ഒരു പോലീസുകാരി പെൺകുട്ടിയെയും താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പയ്യനെയും കാണാതെയാവാണ്. ആ പയ്യന്റെ അച്ഛന് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ എന്താണ് പറ്റിയത്, ആ പെൺകുട്ടിക്ക് എന്താണ് പറ്റിയതെന്ന് ആർക്കും ഒരു ക്ലൂവുമില്ല. അവസാനം ജനങ്ങൾ സമരത്തിനിറങ്ങിയിട്ട് പോലീസിന് സമാധാനമില്ലാതായപ്പോ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഈ ഒരു കേസ് ഏൽപ്പിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ചൂട് പിടിച്ചുകൊണ്ട് ഓരോ നിമിഷവും ഗ്രിപ്പിംഗ് ആയിട്ട് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ലോഡ് ട്വിസ്റ്റോടുകൂടി നമ്മളെ ത്രസിപ്പിക്കുന്ന അടിപൊളി ഒരു ഏറ്റവും പുതിയ കന്നഡ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ കഥയുടെ പേര് വിചാരണ നടയത്തിതെ. സസ്പെൻസ് ത്രില്ലർ പ്രേമികള് ഈ കഥ മിസ്സാക്കിയാല് വലിയ നഷ്ടമായിരിക്കും. പിന്നെ നിങ്ങളിലേക്ക് വീഡിയോയുടെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ ഓരോ സ്റ്റോറീസ് എത്തിക്കാൻ ഞാൻ നല്ല രീതിയിൽ തന്നെ എഫേർട്ട് ഇടുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു സ്റ്റോറി എത്താൻ 24 മണിക്കൂറിൽ കൂടുതൽ അതിന്റെ പിന്നാലെ തന്നെ ഇരിക്കേണ്ടി വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് കൂടുതലായിട്ട് ചാനലിൽ എൻഗേജ് ആവല്ലാതെ വേറെ വഴിയില്ല. അത്രത്തോളം വലിയ ബാധ്യതയിലും പ്രശ്നങ്ങളിലൊക്കെയാണ് ഞാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് കാണുള്ളൂ. പല ഫ്രണ്ട്സിനും നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാണെങ്കിൽ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ എല്ലാ കൂട്ടുകാരും മാക്സിമം ലൈക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ പുതിയ കഥകൾ നിങ്ങളിലേക്ക് തേടി പിടിക്കാനൊക്കെ ഒരു എനർജി മോട്ടിവേഷനൊക്കെ എനിക്ക് കിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ട്വിസ്റ്റ് മലയാളം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ബോറടിപ്പിക്കുന്നില്ല, അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തില് ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു പയ്യനെയും പെൺകുട്ടിയും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കാണാനില്ല. അവർക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിയുന്നുമില്ല. അങ്ങനെ മീഡിയ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനോട് ചോദിക്കുമ്പോൾ അവൾക്ക് ഒരു പയ്യനായിട്ട് പ്രണയമുണ്ടായിരുന്നു, അവന്റെ കൂടെ പോയതെന്ന കരുതിയെ ഇതുവരെയായിട്ടും രണ്ടുപേരെക്കുറിച്ചും ഒരു വിവരവുമില്ല. എങ്ങനെയെങ്കിലും അവരെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരില്ലെന്ന് ചോദിച്ചുകൊണ്ട് ആ അച്ഛൻ നെഞ്ചുപൊട്ടി കരയാണ്. അങ്ങനെ മീഡിയ ആ ഒരു പെൺകുട്ടിക്കും പയ്യനും എന്താണ് സംഭവിച്ചു നോക്കുമ്പോൾ അവര് രണ്ടുപേരും വേറെ വേറെ ജാതിയാണ്. മീഡിയ ചോദിക്കുന്നത് ആ ലവേഴ്സ് പ്രണയിച്ച് ഒളിച്ചോടി പോയതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ട് അവരെ തട്ടിക്കൊണ്ടുപോയതോ അല്ലെങ്കിൽ ഇല്ലാതെയാക്കിയതോ ആണോ? ഈ കാലഘട്ടത്തില് ജാതിയുടെ പേരില് രണ്ടുപേരെ കാണാതെ ആവുകയാണെങ്കിൽ നമ്മള് നീതിയിലും നിയമത്തിലും ഹോപ്പ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? എങ്ങോട്ടാണ് കാലവും മനുഷ്യരുടെ ചിന്തയും പോകുന്നത്? കാണാതായ പെൺകുട്ടിയുടെ പേര് ജനനി എന്നാണ്. അവള് ഉയർന്ന കാസ്റ്റിലെ പെൺകുട്ടിയാണ്. എന്നാൽ പയ്യൻ ചന്ദ്രു അവൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടതാണ്. ഇതിന്റെ പിന്നിലെ എന്തൊക്കെയോ രഹസ്യങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ട്. അത് നിയമം വേണം പുറത്തു കൊണ്ടുവരാൻ. അങ്ങനെ ന്യൂസിൽ റിപ്പോർട്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ ഹയർ ഓഫീസറായ DGP കാണുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ ആ നാട്ടിലെ ഇൻസ്പെക്ടർ അശോകിനെ വിളിപ്പിക്കുകയാണ്. നാട്ടില് തീയായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെയും പയ്യന്റെയും മിസ്സിങ്ങിനെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും നിങ്ങൾ തന്നിട്ടില്ലല്ലോ. മീഡിയയിൽ പറയുന്ന പോലെ ഇതിന് പിന്നിലെ ജാതിയുടെ എന്തെങ്കിലും കളിയുണ്ടെങ്കിൽ ചിലപ്പോ ആ നാട് തന്നെ ഒരു വലിയ കലാപത്തിലാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സംഭവിച്ചാല് പിന്നെ ഡിപ്പാർട്ട്മെന്റിന് തലപൊക്കി നടക്കാൻ പറ്റുമോ? അവ ഇൻസ്പെക്ടർ ആണെങ്കിൽ സാറേ എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് ഞാൻ ലീവിലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഈ കേസ് ശ്രദ്ധിക്കാൻ പറ്റാതായ. അശോക് നിനക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് എന്നതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്കും ഹയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ കേസില്ലേ ക്രൈം ഡിപ്പാർട്ട്മെന്റിന് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാണ്. ഒരു 2 ആഴ്ചത്തേക്ക് നിങ്ങൾ ലീവ് എടുത്തോ. എന്നാൽ ഇൻസ്പെക്ടർ സാറേ വേറെ ആൾക്ക് ഈ കേസ് കൈമാറിയാല് അതെന്റെ കരിയറിലൊരു ബ്ലാക്ക് മാർക്കാവും. നിങ്ങളുടെ ബ്ലാക്ക് മാർക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാല് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് അത് അതിലും വലിയ ബ്ലാക്ക് മാർക്കാവും. അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. കേസ് ഞാൻ ക്രൈം ഡിപ്പാർട്ട്മെന്റിന് തന്നെ കൈമാറാൻ പോവാണ്. അടുത്ത സീനില് നമ്മൾ കാണുന്നത് ഒരു ചെറിയ സ്കൂൾ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ 2 കുറ്റവാളികളെ ക്രൈം ഡിപ്പാർട്ട്മെന്റിലെ ഹെഡായിട്ടുള്ള ശിവ എന്ന ഇൻസ്പെക്ടറിലെ ഗൺപോറിൽ നിർത്തിയിരിക്കുകയാണ്. അവരാണെങ്കിൽ ഭയന്നിട്ട് സാറേ അറിയാതെ തെറ്റുപറ്റിപ്പോയതാ, ഒന്ന് ക്ഷമിക്കോ, ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. അപ്പോൾ ശിവയാണെങ്കിൽ ശരി മേലിൽ ആവർത്തിക്കരുത്, വേഗം എവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ, എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. എന്നാൽ കുറ്റവാളികൾക്ക് ഇങ്ങനെ പറയുന്ന സത്യമുണ്ടെന്ന് അറിയുന്നില്ല. അപ്പോൾ ശിവയുടെ അസിസ്റ്റന്റും പോവാൻ പറഞ്ഞില്ലേ രക്ഷപ്പെടറാ. അവര് ജീവനും കൊണ്ട് അവിടുന്ന് തിരിഞ്ഞോടുമ്പോ നമ്മുടെ ശിവ ആ ഒരു പെൺകുട്ടിക്ക് നീതി വാങ്ങി കൊടുക്കാതെ വിടുവോ? അവരുടെ 2 പേരുടെയും നെറ്റിയിൽ പൊട്ടിക്കുകയാണ്. എന്നിട്ട് ശിവ പറയുന്നുണ്ട് ചെറിയ പെൺകുട്ടികളുടെ മേലെ കാമത്തോടെ കൈവെക്കാന് നിനക്കൊക്കെ ധൈര്യം വന്നെങ്കിൽ നിന്നെപ്പോലെ പലരും ഈ സൊസൈറ്റിയിലുണ്ടാവും. അവരൊക്കെ ഒന്ന് പേടിക്കണമെങ്കിൽ നീയൊക്കെ തീർന്നു എന്ന വാർത്ത അവരും അറിയണം. ഇനി ആരും ഒരു പെൺകുട്ടിയുടെ മേലെ കൈവെക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത്. അപ്പോഴാണ് നമ്മുടെ ശിവയെ DGP വിളിപ്പിച്ചിട്ട് അർജന്റായിട്ട് വരാൻ പറയുന്നത്. അങ്ങനെ DGP ശിവ നീ ഇപ്പോൾ ഓൾറെഡി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അറിഞ്ഞു സാറേ, ആ ഒരു 2 ലവേഴ്സിനെ കാണാതായതല്ലേ, മീഡിയ ഇത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പൊ DGP അപ്പൊ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലേ, ഇത് നമ്മുടെ ഇൻസ്പെക്ടർ അശോകിന്റെ സ്റ്റേഷനിലെ കേസാണ്. തൽക്കാലം ശിവ നീ കേസ് ഡീൽ ചെയ്യ്. അപ്പൊ ശിവയാണെങ്കിൽ സാറേ അശോക് സാറിന്റെ കേസ് ഞാൻ ഡീൽ ചെയ്താൽ ശരിയാവോ? അദ്ദേഹം തന്നെ ചെയ്തോട്ടെ. അതുകൊണ്ടല്ല, അശോകിന് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്, അതുമാത്രമല്ല നമുക്ക് അധികം സമയവുമില്ല. അപ്പൊ ശിവ സാർ അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസത്തിനുള്ളിൽ ഈ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ സാറിലെത്തിക്കാം. അപ്പൊ DGP നിനക്കിനി എന്തെങ്കിലും അധികം ഹെൽപ്പ് വേണമെങ്കിൽ ഇൻസ്പെക്ടർ അശോകിനോട് ചോദിച്ചാൽ മതി. അങ്ങനെ ശിവ ആ ഒരു കേസ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ വൈകിപ്പിക്കാതെ തന്നെ ജനനിയുടെ നാട്ടിലേക്ക് തന്റെ അസിസ്റ്റന്റിനെയും കൂട്ടിയിട്ട് പോവാണ്. അപ്പോഴാണ് ജനനി അവളൊരു സാധാരണ പെൺകുട്ടി മാത്രമായിരുന്നില്ല, ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു മനസ്സിലാവുന്നത്. അങ്ങനെ ആ ഒരു സ്റ്റേഷനിലെത്തിയപ്പോ ഹെഡ് കോൺസ്റ്റബിൾ പറയുന്നത് സാറ് ജനനി ഇതേ സ്റ്റേഷനിൽ തന്നെയാ PCO ആയിട്ട് വർക്ക് ചെയ്തത്, ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ചയായിട്ടേ ഉള്ളൂ. ജനനി ഒരു പാവം
നല്ല പെൺകുട്ടിയാണ്. എന്നാൽ ജനനിയുടെ ഫാമിലിയില് കുറച്ച് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അവൾ ആരോ പ്രണയിച്ചെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ എന്തോ. അപ്പൊ ശിവ, അല്ല നിങ്ങൾക്കിതെങ്ങനെ മനസ്സിലായേ? അത് സാറേ, ജനനിയുടെ പേരില് ഒരു പയ്യനെ വല്ലാതെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞിട്ട് അവന്റെ അച്ഛനൊരു കംപ്ലൈന്റ് സ്റ്റേഷനിൽ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഡീറ്റെയിൽസ് വാങ്ങിയിട്ട് ശിവ ചെക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു കംപ്ലൈന്റ് എടുത്തത് ഇതേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു പോലീസുകാരനാണ്. അങ്ങനെയുടെ പേര് മഹേഷ് എന്നാണ്. അല്ലെ ഈ മഹേഷ് ആരാ? അത് സാറേ, ജനനിയുടെ മാമനാണ്. ജനനി സ്റ്റേഷനിൽ അപ്പോയിന്റ് ആവുന്നതിന്റെ കുറച്ച് നാൾ മുമ്പാണ് മഹേഷ് തന്നെ ഒരു ഹയർ ഓഫീസറെ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റം വാങ്ങിയത്. അപ്പൊ ശിവ, ആഹാ കൊള്ളാലോ, താനൊരു കാര്യം ചെയ്യ്, പോയിട്ട് ആ മഹേഷിനോട് ഇങ്ങോട്ട് വരാൻ പറ. അല്ല മഹേഷ്, നിന്റെ കുടുംബത്തിലെ ഒരു കസിൻ പെൺകുട്ടി ജനനി, അവളെ കാണാതായതിനെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ മഹേഷ്, സാറേ അവളെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ജനനിക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ആരോ ആയിട്ട് നിങ്ങൾ കല്യാണം ഉറപ്പിച്ചു, പക്ഷെ അവളതിന് സമ്മതിച്ചില്ലാന്ന് തോന്നല്ലേ? ശരിക്കും എന്താ സംഭവിച്ചേ? മഹേഷ്, സത്യം പറയുന്നല്ലേ നമുക്ക് രണ്ടുപേർക്കും നല്ല എത്ര നേരം ഒളിച്ചു കളിക്കാൻ പറ്റും? അപ്പോ മഹേഷ് പറയുന്നുണ്ട്, സാറേ എനിക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു ഹരീഷ്, അവനുമായിട്ട് ജനനിയുടെ കല്യാണം ആലോചിച്ചതാ. എന്നാല് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഒന്നുമല്ല സാറെ സംഭവിച്ചേ. അങ്ങനെ ചില ഫ്ലാഷ് ബാക്കുകൾ മഹേഷ് പറയാണ്. നമ്മുടെ മഹേഷിന്റെ അനിയനായിട്ടുള്ള ഹരീഷ് എങ്ങനെയാന്ന് വെച്ചാല് മദ്യം, മയക്കുമരുന്ന്, എല്ലാ ലഹരിയും അതിരാവിലെ തന്നെ തന്റെ കുറച്ച് അലമ്പ് ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ കൂടെ തുടങ്ങും. അങ്ങനെ ഫ്രണ്ട്സ് മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോ അവരുടെ കൂട്ടത്തിലേക്ക് ചന്തു എന്ന ഒരു ഫ്രണ്ട് വരികയാണ്. ഈ ചന്തു ആരാന്ന് മനസ്സിലായോ? കഥയുടെ ആരംഭത്തില് നമ്മുടെ ചന്തുവിനെയും ജനനിയുമാണ് കാണാതായതും ആ ഒരു കേസ് തന്നെയാണ് നമ്മുടെ ശിവ ഇപ്പൊ ഡീൽ ചെയ്യുന്നതും. അങ്ങനെ ചന്ദ്രു തന്റെ ഫ്രണ്ട് ഹരീഷിനോട് എന്തിനാണ് ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്? ഇതേ അവസ്ഥയാണെങ്കിൽ നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവോ? നല്ലൊരു പെൺകുട്ടിയെങ്കിലും ജീവിതത്തിലേക്ക് വരുമോ? എന്നാലും ഹരീഷ്, ആരോഗ്യമുള്ളപ്പോ എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിച്ച് തീർക്കണം. ചന്ദ്രു, നീ പറയുന്ന പോലെ ഞാൻ ആർക്കൊരു ദ്രോഹത്തിന് പോകുന്നില്ലല്ലോ. ഒരു പെൺകുട്ടിയുടെയോ സ്ത്രീയുടെ പിന്നാലെയും പോകുന്നില്ല. കുറച്ച് ലഹരിയും മദ്യപാനം ഉണ്ടെന്നല്ലേ? നീയും വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അല്ലാതെ വെറുതെ തലകുന്നല്ലേ. എന്നാലും ചന്ദ്രു, എന്തായാലും ഈ ഒരു വഴി എനിക്ക് വേണ്ട. നീയും നിന്റെ ഫ്രണ്ട്സും ആസ്വദിച്ചാൽ മതി, ആളെ വിടുന്ന് പറഞ്ഞിട്ട് ചന്ദ്രു എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോ ഹരീഷിന്റെ ഫ്രണ്ട്സ് ഓരോ ഹരിചന്ദ്രന്മാര് ചൊറിയാൻ വന്നോളൂ. അങ്ങനെ അന്ന് രാത്രിയിലെ മഹേഷ് വല്ലാതെ ടെൻഷനിലാണ്. കാരണം തന്റെ അനിയൻ ഹരീഷിന്റെ സ്വഭാവം ദിവസവും ദിവസവും മോശമായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ ഒരു ടെൻഷൻ തന്റെ ഭാര്യ രമയോട് പറയുമ്പോൾ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. സമയം എത്രയും നോക്ക്, ഇപ്പോഴും വീട്ടിലെത്തിയിട്ടില്ലല്ലോ. അത് തന്നെയാ ഞാൻ പറയുന്നത്. അവനെ പോലത്തെ പയ്യന്മാരെ ഒന്ന് ചങ്ങലയിലാക്കണമെങ്കിൽ ഒരു കല്യാണം കഴിച്ചു കൊടുത്താൽ മതി. എന്നാലും രമ, ആഹാ അവനൊരു പെണ്ണിന് കിട്ടണമെങ്കിൽ കാലിലെ ചെരുപ്പ് തെയ്യല്ലോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. നിന്റെ അനിയത്തിയില്ലേ ജനനി, അവളെ കെട്ടിച്ചു കൊടുക്കാന്ന്. എന്നാലും ദേഷ്യത്തിൽ രമ, നല്ല ചിന്തയാ. ആ ഒരു ആഗ്രഹം നിങ്ങളങ്ങ് മാറ്റി വെച്ചേക്ക്. നീ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. നമ്മള് രണ്ടുപേരും ശ്രമിച്ചാൽ നടക്കും. നീ ഒന്ന് ശരിക്കും ചിന്തിച്ചു നോക്ക്. ഹരീഷ് ജനനിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് 2 ഉപകാരങ്ങളുണ്ട്. അതായത് എന്റെ അച്ഛന് 2 ആമക്കളല്ലേ ഉള്ളൂ, ഞാനും ഹരീഷും. അപ്പോൾ ജനനി കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്വത്ത് വേർപെട്ടു പോവില്ല. രണ്ടാമത്തെ ഗുണം, ജനനി അവളൊരു നല്ല പെൺകുട്ടിയല്ലേ. അപ്പോൾ കുറച്ച് മോശത്തരമുള്ള ഹരീഷിനെ അവൾക്ക് നേരാക്കിയെടുക്കാൻ എന്തായാലും പറ്റും. എന്റെ അച്ഛനും അമ്മയും അവനെന്റെ കയ്യിൽ തന്നിട്ടാണ് നമ്മുടെ ചെറുപ്പത്തിലെ കണ്ണടച്ചത്. അവനൊന്ന് നന്നായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ. നിനക്കിനി താല്പര്യമില്ലെങ്കിൽ നമുക്ക് വിട്ടേക്കാം, വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ നോക്കാം. അത് കേട്ടപ്പോൾ രമയാണെങ്കിൽ ഞാനതിന് കല്യാണം ഒരിക്കലും നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ സ്വത്ത് വേർപെട്ടു പോയില്ലെങ്കിൽ, അതുപോലെ എന്റെ അനിയത്തി എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവുമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചിന്തിക്കാം. അങ്ങനെ ഭാര്യയോട് നിന്ന് പോയി കഴിഞ്ഞപ്പോ മഹേഷ് പറയുന്നുണ്ട്, ഇനി അവന്റെ ജീവിതം എന്തായാലും വേണ്ടില്ല, ഈ ഒരു സ്വത്ത് മാത്രം എന്റെ കൈവിട്ട് എവിടെയും പോയി ഞാൻ വിട്ടില്ല. അതായത് ഇതെല്ലാം സ്വത്ത് വിട്ടുകൊടുക്കാതിരിക്കാനേ മഹേഷിന്റെ പ്ലാൻ ആയിരുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ മഹേഷ് തന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ അമ്മായപ്പൻ, എന്തൊക്കെയുണ്ട് മോനെ, കുറെ നാളെ വന്നിട്ട്, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? പോലീസ് ജോലിയെ കുറിച്ചൊക്കെ എന്ത് പറയാനാ, അച്ഛനെ അറിയുന്നല്ലേ. എന്നിട്ട് നൈസായിട്ട് ഒന്ന് ഐസ് ഇടാണ്. ഇനിയിപ്പോ ജോലിയിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഈ ജനനി മോളുടെ മുഖം ഒന്ന് കണ്ടു കഴിഞ്ഞാല് ആ ടെൻഷനൊക്കെ അങ്ങ് മറഞ്ഞു പോകും. ഇപ്പോ നമ്മൾ കാണുന്ന ഈ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ ജനനി പോലീസ് ആകുന്നതിന് മുൻപുള്ളതാണ്. അവളെ കാണാതായതിന്റെ ഒരു 8 ദിവസം മുമ്പാണ് പോലീസായിട്ട് ജോയിൻ ചെയ്യുന്നതും പിന്നീടാണ് മിസ്റ്റീരിയസ് ആയിട്ട് അവൾ മിസ്സാവുന്നതും. അപ്പോഴാണ് അമ്മായിയമ്മ പറയുന്നത്, എന്റെ മോള് രമയുടെയും മഹേഷ് നിന്റെയും ജീവിതം കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എന്നാൽ എവിടേക്കോ നിങ്ങൾക്കായിട്ടൊരു കുഞ്ഞില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. അപ്പോ മകള് രമ, ഇതിന് ഒരു വഴി ഞാൻ പറയട്ടെ. എന്റെ ഹസ്ബൻഡിന്റെ അനിയനില്ലേ ഹരീഷ്, അവന് വേണ്ടിയിട്ട് ജനനിയെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ ഇഷ്ടമാണോ? ചെറുപ്പത്തിലെ ഒരു മകളായിട്ട് സ്നേഹിച്ച എന്റെ അനിയത്തി എന്റെ കൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസമായിരിക്കില്ലേ? അപ്പോൾ അച്ഛനും അമ്മയും മഹേഷിന്റെ തീരുമാനം എങ്ങനെയാണോ അതുപോലെ നമുക്ക് നടത്താം. അങ്ങനെ ജനനിയെ വിളിച്ചിട്ട് അവളോട് കാര്യം പറയുന്നുണ്ട്. നിനക്ക് വേണ്ടിയിട്ട് ഹരീഷിനെ ഞങ്ങൾ ആലോചിക്കുന്നതിൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാൽ അവളെന്തോ സംശയത്തില് മറത്തൊന്നും പറയാൻ നിൽക്കുമ്പോ, ചേച്ചി രമ, നീ എന്റെ അടുത്തേക്കല്ലേ വരുന്നേ, നീ എന്തിനാ പേടിക്കുന്നേ? അപ്പോ അളിയ മഹേഷ് ആണെങ്കിൽ നീ വൈകാതെ എന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോലീസായിട്ട് വരാൻ പോവല്ലേ, എപ്പോഴും എന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും, വളരെ ഹാപ്പി ആയിട്ട് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കാന്ന്. എന്നാൽ ജനനിയാണെങ്കിൽ, അച്ഛൻ എനിക്കിപ്പോ കല്യാണത്തിന് താല്പര്യമില്ല. അപ്പൊ മഹേഷ്, അതിനിപ്പോ കല്യാണം കഴിക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ, നമുക്കൊന്ന് പറഞ്ഞുറപ്പിച്ചിട്ട് ഒന്ന്
എൻഗേജ് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ അച്ഛനും പറയുന്നുണ്ട് അത് നല്ല ഐഡിയ ആണല്ലോ. എന്നാലും ജനനി അച്ഛാ ഇപ്പോ എന്റെ പോലീസ് ട്രെയിനിങ്ങില് അത് കഴിയുന്നവരെ ഈ കല്യാണത്തിനെ കുറിച്ച് ആരും സംസാരിക്കരുത്. അപ്പൊ അളിയ മഹേഷ് ആണെങ്കിൽ ആയിക്കോട്ടെ ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒഴിവ് കഴിവൊന്നും പറഞ്ഞേക്കരുത്. വേറെ നിവൃത്തിയില്ലാതെ അവള് സമ്മതിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ജനനിയില്ലേ ചന്ദ്രുവിന് ഫോൺ ചെയ്യുന്നത്. അപ്പോൾ ചന്ദ്രു തന്റെ ഫ്രണ്ട്സും ഹരീഷായിട്ട് ചേർന്നിട്ട് ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൈസായിട്ട് അവനോട് എഴുന്നേറ്റ് പോകുമ്പോൾ ആ ഫോണ് കണ്ടാലറിയാം ഇവൻ ഏതോ ഒരു കൊളുത്തുണ്ട്. എന്നിട്ട് ഇവനൊക്കെയാണ് ഞങ്ങളെ നന്നാക്കാൻ വരുന്നത്. എന്തായാലും കല്യാണം കഴിച്ച ഏതെങ്കിലും പെണ്ണായിരിക്കും. അങ്ങനെ ചന്ദ്രു ജനനിയോട് എന്താ നീ വിളിച്ചേ, എനിക്ക് അർജന്റായിട്ട് നിന്നൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ നാളെ നമുക്കൊന്ന് മീറ്റ് ചെയ്യാം, സാധാരണ കാണുന്നിടത്ത് വെച്ച്. ആയിക്കോട്ടെ അങ്ങനെ തന്നെ ചെയ്തേക്കാം. അതിനുള്ളിലെ നമ്മുടെ ഹരീഷിന് ജനനിയുടെ ഫോട്ടോ തന്റെ ഏട്ടൻ മഹേഷ് അയച്ചു കൊടുത്തിട്ട് ഇവളുടെ പോലീസ് ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അധികം വൈകിപ്പിക്കില്ല, നിന്റെ കല്യാണമാണ്. അങ്ങനെ ഹരീഷ് പല സ്വപ്നങ്ങളും നെയ്യാണ്. അതേ സമയത്ത് കുറെ നാളിന് ശേഷമാണ് ജനനിയും ചന്ദ്രുവും മീറ്റ് ചെയ്യുന്നത്. രണ്ടുപേരും അങ്ങോട്ടും കണ്ടപ്പോ തന്നെ ഓടി വന്ന് ഹഗ് ചെയ്യാണ്. അപ്പോ ജനനിയുടെ കണ്ണ് നിറഞ്ഞു കണ്ടിട്ട് എന്താ നിനക്ക് പറ്റിയ, നീ എന്നെ വിട്ട് എങ്ങോട്ടും പോയില്ലല്ലോ, എവിടെ പോവാനെ, എന്താ പ്രശ്നം? അപ്പോഴാണ് അവൾ കാര്യം പറയുന്നത്. അപ്പൊ ചന്ദ്രു ആണെങ്കിൽ ഇതിലിപ്പോ എന്ത് പേടിക്കാനാ, ഒരു കല്യാണോലോചന കൊണ്ടുവന്നല്ലേ ഉള്ളൂ. അങ്ങനെയല്ല ചന്ദ്രു, കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും താല്പര്യ, എനിക്കൊന്നും മറുത്ത് പറയാൻ പറ്റുന്നില്ല. അതിന് ജനനി നീ എന്തിനെ പേടിക്കുന്നേ, ഞാൻ ഇന്ന് തന്നെ വേണമെങ്കിൽ ഫാമിലിയിൽ വന്ന് സംസാരിക്കാം. അതെന്തായാലും ശരിയല്ല ചന്ദ്രു, കാരണം നമ്മുടെ കാസ്റ്റ് ജാതി വേറെയല്ലേ. നമ്മുടെ പ്രണയങ്ങാനും അവരറിഞ്ഞു കഴിഞ്ഞാല് ഉറപ്പായിട്ട് അവരെന്തെങ്കിലും ചെയ്യും, ഒരിക്കലും സമ്മതിക്കില്ല. ചന്ദ്രു നീ എന്നെ ഒരിക്കലും വിട്ടു പോകില്ലല്ലോ, നീ എന്നെ പ്രണയിക്കുന്ന കാര്യം സത്യമല്ലേ, നിനക്കത് സംശയമുണ്ടോ? അപ്പോ ജനനിയില്ലേ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ചെറിയ അമ്പലത്തിൽ വന്നിട്ട് ഓൾറെഡി ജനനി കൊണ്ടുവന്ന താലി ചന്ദ്രുവിനോട് അണിയാൻ പറയാണ്. അപ്പൊ അവനാണെങ്കിൽ നീ എന്തിനാ തിടുക്കപ്പെടുന്നേ, ഫാമിലി അറിഞ്ഞു കഴിഞ്ഞാല് നിന്റെ അവസ്ഥ നീ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ പേടിച്ചു കഴിഞ്ഞാല് നമുക്ക് ജീവിക്കാൻ പറ്റും ചന്ദ്രു. നമ്മുടെ പ്രണയത്തിന് ജീവിതത്തിന്റെ വില കൊടുക്കണമെങ്കിൽ ഈ താലി ഇപ്പൊ തന്നെ എന്നെ അണിയിക്ക്. അപ്പൊ തന്നെ ചന്ദ്രു ആ ഒരു താലി വാങ്ങിയിട്ട് അവൾ അണിയിക്കുകയാണ്. അങ്ങനെ ചന്ദ്രുവിനോട് ഒരു 6 മാസത്തോളം നീ എന്നെ കാക്കണം, കാരണം പോലീസ് ട്രെയിനിങ് ഞാൻ പോവാണ്. അങ്ങനെ വളരെ കഠിനാധ്വാനം ചെയ്ത് ഫോക്കസ് ചെയ്ത് അവൾ ആ ഒരു പോലീസ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാണ്. അങ്ങനെ ജനനിക്ക് ആദ്യം തന്നെ പോസ്റ്റിംഗ് കിട്ടിയത് നമ്മുടെ ഇൻസ്പെക്ടർ അശോകില്ലേ അങ്ങനെയൊരു സ്റ്റേഷനിലാണ്. അങ്ങനെ അശോകും അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. അതേ സ്റ്റേഷനിൽ തന്നെയല്ലേ അവളുടെ മാമനായിട്ടുള്ള മഹേഷും ജോലി ചെയ്യുന്നത്. അങ്ങനെ മാമനടക്കം സ്റ്റേഷനിലെ എല്ലാ ആളുകൾക്കും അവള് സ്വീറ്റ്സ് വിതരണം ചെയ്യാണ്. ആ കൂട്ടത്തില് ഒരു കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ ജോലി കിട്ടിയപ്പോ മധുരം തന്നു, ഇനിയിപ്പോ കല്യാണം നടക്കാൻ പോവല്ലേ, അപ്പൊ ആ ഒരു ഫുഡിനെ എത്ര നാൾ കാക്കണം? അപ്പൊ ജനനി ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ്. ആ ഒരു കാഴ്ച മഹേഷും കാണുന്നില്ലേ. അപ്പോ അവൾക്കെല്ലാം ഓക്കെ ആണെന്ന് മഹേഷും തെറ്റിദ്ധരിക്കുകയാണ്. ഇപ്പോ ജനനിക്ക് ജോലി കിട്ടിയില്ലേ. അങ്ങനെ അടുത്ത ദിവസം തന്നെ മഹേഷും രമയും കൂടി തന്റെ അനിയൻ ഹരീഷിനെ കൂട്ടിയിട്ട് ജനനിയുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ അവരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ജനനിയാണെങ്കിൽ ഡ്രസ്സൊന്നും മാറാതെ നിൽക്കുന്നുണ്ട്. അപ്പൊ ചേച്ചി രമയാണെങ്കിൽ ജനനി എന്താ ഇങ്ങനെ, വാ നമുക്ക് മാറ്റിയിട്ട് വരാം. അപ്പൊ അവള് ചേച്ചി ഒന്ന് കൈവിട്, എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല. അപ്പൊ രമ അല്ല നീയല്ലേ പറഞ്ഞ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പോസ്റ്റിംഗ് കിട്ടിയാൽ സമ്മതിക്കാന്ന്, ഞാൻ നോക്കാന്ന് ചേച്ചി പറഞ്ഞ്, അല്ലാണ്ട് ഹരീഷിനെ കെട്ടിക്കൊള്ളാന്ന് ഞാൻ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്നാലും മഹേഷ് ആണെങ്കിൽ ജനനി എന്റെ കുടുംബത്തിന്റെ മാനം കളയരുത്. അപ്പൊ ജനനിയുടെ അമ്മ പറയുന്നുണ്ട്, നീ കൂടുതലൊന്നും പറയണ്ട, പോയിട്ട് മാറ്റിയിട്ട് വാ. അപ്പൊ ഹരീഷും എന്റെ ഏട്ടൻ എന്റെ മനസ്സിൽ കുറെ സ്വപ്നങ്ങൾ തന്നതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് ഇറങ്ങി. ശരിയാണ് എന്റെ ഭാഗത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അതൊക്കെ മാറ്റിക്കോളാം. അപ്പൊ അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, കുടുംബത്തിലെ കയറി വന്ന ആളെ അപമാനിക്കല്ലേ. അപ്പൊ ജനനി അതിന് എന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതാ. അപ്പൊ അവരൊക്കെ വല്ലാതെ ഷോക്കായി പോകുന്നുണ്ട്, നീ എന്തായി പറയുന്നേ? അത് ഞാനും ചന്ദ്രുവായിട്ട് കുറെ വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു, എന്നാൽ ഒരിക്കലും നിങ്ങളോട് പറഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് ഉറപ്പായപ്പോ ഞങ്ങൾക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. അപ്പൊ അച്ഛനോട് അമ്മ നിങ്ങൾ എന്തെങ്കിലും പറ. എന്ത് പറയാനാ, മകള് സ്വന്തം തീരുമാനം എടുക്കാൻ തുടങ്ങിയാല് നമ്മളെയൊക്കെ നോക്കുകുത്തിയാക്കി നിർത്താൻ അവള് തീരുമാനിച്ചാല് പിന്നെ ഇനി എന്ത് പറഞ്ഞിട്ടെന്താ. എന്തായാലും ജനനി നീ ഒരു കാര്യം ചെയ്യ്, ചന്ദ്രുവിനോട് അവനോട് വരാൻ പറ, നമുക്ക് നല്ല രീതിയിൽ മാനത്തോടും മര്യാദയോടെയോ കല്യാണം നടത്തിക്കളയാം. അപ്പൊ ജനനി എനിക്ക് ചന്ദ്രനോട് ഇപ്പൊ വരാൻ പറയാൻ പറ്റില്ല. അപ്പൊ അച്ഛനാണെങ്കിൽ മോക്ക് സ്വന്തം അച്ഛനെ പോലും വിശ്വാസമില്ല അല്ലേ. അല്ല നീ പറയുന്ന ചന്ദ്രുവിനെ എനിക്ക് അറിയില്ല, അവൻ എങ്ങനെയാ ഉണ്ടാവുകയെന്ന് ഒന്ന് ഫോട്ടോ എങ്കിലും കാണാൻ പറ്റുമോ? എന്റെ മകളുടെ ഭർത്താവ് എങ്ങനെയാണെന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടാ. അപ്പോ ജനനിയില്ലേ ചന്ദ്രുവിന്റെ ഫോട്ടോ കുടുംബത്തിന് മൊത്തം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഹരീഷും ഈ ചന്ദ്രു തന്റെ ഫ്രണ്ട് ചന്ദ്രു തന്നെയാണെന്ന് മനസ്സിലാക്കുന്നത്. കൂടെ നിന്ന് നീ എന്റെ കുതികാല് വിട്ടായിരുന്നല്ലേ. അങ്ങനെ ദേഷ്യത്തില് ആ ഒരു തട്ടും തട്ടിത്തെറിപ്പിച്ചിട്ട് ഹരീഷ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പോ മഹേഷ് തന്റെ അമ്മയപ്പനോട് പറയുന്നുണ്ട്, ഈ ചന്ദ്രു ആരാന്നറിയോ, ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരുത്തന, നമ്മുടെ കുടുംബത്തിന് മാനം കളഞ്ഞില്ലേ. ഹരീഷ് ദേഷ്യപ്പെട്ടിലൊന്നും പറയാനില്ല, ആ ചന്ദ്രു അവന്റെയും ഫ്രണ്ടാ. അപ്പോ അമ്മയച്ചൻ പറയുന്നുണ്ട്, ഈ കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞേ, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ ഇവിടെ തന്നെ തീർത്തേനെ. അപ്പൊ തന്റെ ഭാര്യ രമയോട്, രമ നീ വരുന്നുണ്ടോ, ജനനിയെ ഞാൻ എന്റെ മകളായിട്ട് കണ്ടതാ, എന്നിട്ടിപ്പോ ഞങ്ങളുടെ ഹൃദയം തകർത്തില്ല. ഇനിയിപ്പോ അവളുടെ കല്യാണം കഴിഞ്ഞാലോ അവൾക്ക് എത്ര കുഞ്ഞുങ്ങളായാലോ ഒരു കാര്യത്തിനും ഞങ്ങളെ ഈ കുടുംബത്തിലേക്ക് വിളിച്ചേക്കരുത്. അങ്ങനെ തന്റെ ഭാര്യയും കൂട്ടിട്ട് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങിപ്പോ നോക്കുമ്പോ അച്ഛൻ പറയുന്നുണ്ട്, രമ നീയെങ്കിലും മഹേഷിനോടൊന്ന് പറ, ഞാൻ എന്താ പറയണ്ടമ്മേ, അവൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെങ്കിൽ അവൾക്ക് ആദ്യം പറയായിരുന്നില്ലേ. ഇനിയിപ്പോ അദ്ദേഹത്തിന് മാത്രമല്ല എനിക്കും ഈ കുടുംബമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പൊ ദേഷ്യത്തില് അച്ഛൻ ജനനിയുടെ ശരീരത്തിൽ കൈവെക്കുമ്പോ അമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നേ, അവളെ കൊല്ലാൻ പോവാണോ? കുടുംബത്തിന് മാനം കളയാൻ തീരുമാനിച്ചപ്പോ തന്നെ ഞാനത് ചെയ്യേണ്ടതായിരുന്നു. അല്ല നീ ഇനി എന്താ തീരുമാനിച്ചിട്ടുള്ളേ, നിന്റെ ഇഷ്ടം പോലെ എന്തും ചെയ്യാന്നാ? അങ്ങനെയാണെങ്കിൽ നീ
ഒരു ജോലിക്കും ഒന്നും നീ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നില്ല. എന്റെ മാനാണ് എനിക്ക് വലുത്. അങ്ങനെ ജനനിയെ ആ ഒരു വീട്ടിലെ ഒരു റൂമില് ലോക്ക് ചെയ്യാണ്. ജനനിക്കാണെങ്കിലേ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. അതേസമയത്ത് സ്റ്റേഷനിലത്തെ മഹേഷ് നല്ല കലിപ്പിലാണ്. എന്തായാലും കുറച്ചു നാളോളെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാലേ പതിയെ മനസ്സ് മാറുമായിരിക്കും, മാറ്റിയെടുക്കണം. അപ്പോഴാണ് ഇൻസ്പെക്ടറിലെ മഹേഷിനെ വിളിപ്പിക്കുന്നത്. എന്താ തന്റെ മുഖത്ത് ടെൻഷൻ പോലെ? ഒന്നുമില്ല സാറേ. അല്ലെ തന്റെ കുടുംബമല്ലേ ജനനി, അവളെന്താ സ്റ്റേഷനിൽ വരാത്തെ? എനിക്കതൊന്നും അറിയില്ല സാറേ. അറിയില്ലെന്നോ? ഞാനല്ല എന്ന് അറിഞ്ഞു. തന്റെയൊക്കെ വിചാരം എന്താടോ? അവളൊരു മേജറായിട്ടുള്ള പെൺകുട്ടിയല്ലേ, അവൾക്ക് അവളുടേതായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള റൈറ്റ്സ് ഇല്ലേ? താനൊരു പോലീസുകാരായിട്ട് തനിക്ക് എന്താണ് പറ്റിയേ? അത് സാറേ, അവള് പ്രണയിക്കുന്ന ചന്ദ്രു ഇല്ലേ, അവരുടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടതാ. അല്ല മഹേഷ്, നീ ഏത് കാലത്തിലുള്ള നീ എന്തായി പറയുന്നത്? പ്രണയത്തിന് ജാതിയും മതമൊന്നും ഇല്ലടാ. ഞാനെങ്ങനെയാ കല്യാണം കഴിച്ചെന്നറിയോ? ഞാൻ പ്രണയിച്ചതും ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ തന്നെയാ. സാറേ, എന്ത് പറഞ്ഞാലും ഇത് നടക്കില്ലെന്നോ? ഞാൻ ഈ സ്റ്റേഷനിലെ ഇൻസ്പെക്ടറാ. നീ ഒരു കാര്യം ചെയ്യ്, ജനനിയോടും അവളുടെ അച്ഛനോടും സ്റ്റേഷനിലേക്ക് വരാൻ പറ. ഇപ്പൊ തന്നെ ഫോൺ ചെയ്യ്. അങ്ങനെ നിവൃത്തിയില്ലാതെ മഹേഷ് ഫോൺ ചെയ്യാണ്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ഓൾറെഡി ഇൻസ്പെക്ടർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ജനനിയെ വിളിച്ച് കിട്ടാതായപ്പോ ചന്ദ്രു സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജനനിയെയും ജനയുടെ അച്ഛനെയും ഫാമിലിയൊക്കെ സ്റ്റേഷനിൽ വിളിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ചന്ദ്രുവിന്റെ ഫാമിലിയും വിളിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ജനയുടെ അച്ഛനോട് ഇൻസ്പെക്ടർ അശോക് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു, എന്താ ഇവരുടെ കല്യാണത്തിന് ആരും സാക്ഷിയില്ലാന്ന്? എന്താ സാക്ഷി നിങ്ങൾക്ക് വേണോ? ഈ സ്റ്റേഷനിൽ ഇൻസ്പെക്ടറായിട്ടുള്ള ഞാനും ബാക്കി ഉദ്യോഗസ്ഥരും നിങ്ങൾ മുഴുവനാണ് ഇപ്പോൾ സാക്ഷി. ഇനി ആരെങ്കിലും വേണോ? അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും മാരേജ് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാല അണിയിക്കുകയാണ്. ആ ഒരു വിഷ്വൽസ് ഒക്കെ കോൺസ്റ്റബിളിനെ കൊണ്ട് ഫോണിൽ റെക്കോർഡ് ചെയ്ത് എടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനനി ഇൻസ്പെക്ടറെ കാല് വീഴുമ്പോൾ എന്റെ കാലിലല്ല, ഇവിടെ മുതിർന്ന ആളുകളില്ലേ അവരുടെ കാല് വീഴും. അങ്ങനെ ജനയുടെ അച്ഛനോട് ആശീർവദിക്കാൻ പറയുമ്പോൾ അങ്ങനെ താല്പര്യമില്ലാത്ത പോലെ അവർ ആശീർവദിക്കുകയാണ്. എന്നാൽ ചന്ദ്രുവിന്റെ അച്ഛനാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുമെന്ന് മനസ്സറിഞ്ഞ് ആശീർവദിക്കുന്നുണ്ട്. അങ്ങനെ ജനനിയോട് അശോക്, ഇനി നീ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും നിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ചാല് നേരെ എൻ്റെ അടുത്തൊന്ന് പറയാം. മഹേഷ് നിന്നോടും കൂടിയാ. പിന്നെ ഒരാഴ്ച വേണമെങ്കിൽ ഹണിമൂണിനൊക്കെ പോയിക്കോ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തോളണം. അങ്ങനെ അടിച്ചു പൊളിച്ച് ജനനിയും ചന്ദ്രയും ഹണിമൂൺ ആഘോഷിക്കുകയാണ്. അങ്ങനെ ആ ഹണിമൂണിന് ശേഷം നമ്മുടെ ചന്ദ്രുവിന്റെ അച്ഛനല്ലേ നേരെ സ്റ്റേഷനിലേക്ക് വരുവാണ്. അപ്പോൾ കോൺസ്റ്റബിൾസിനൊക്കെ ഓൾറെഡി വരെ നല്ല പരിചയമല്ലേ. അല്ല എന്തെങ്കിലും അർജന്റ് കാര്യത്തിനാണോ വന്നിരിക്കച്ച? അത് സാറേ, എന്റെ മോൻ ചന്ദ്രുല്ലേ, അവ 2 ദിവസമായിട്ട് വിളിച്ചിട്ടോ എവിടെയുള്ളതെന്നൊന്നും പറഞ്ഞിട്ടോ ഇല്ല. എന്തോ ഒരു പേടി പോലെ. അപ്പൊ കോൺസ്റ്റബിള് അതൊന്നും ഓർത്ത് പേടിക്കണ്ട, അവന്റെ കല്യാണം കഴിഞ്ഞതല്ലേ, എവിടെയെങ്കിലും ഹണിമൂണിന് പോയതായിരിക്കും. എന്നാൽ അച്ഛനാണെങ്കിൽ അങ്ങനെയല്ല സാറേ, അവൻ എവിടെ പോയാലും എന്നോട് പറയാതെ പോകാറില്ല. ഇനി അങ്ങനെ പോയാലും അവൻ എന്നെ എന്തായാലും 1-2 പ്രാവശ്യമൊക്കെ ദിവസം ഫോൺ ചെയ്യാറുള്ളതാ. അവര് ഹണിമൂണിന് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അപ്പൊ അവൻ വിളിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ 2-3 ദിവസമായിട്ട് ഒരു വിളിയുമില്ല, എന്തോ ഒരു ഭയം പോലെ. അപ്പൊ കോൺസ്റ്റബിള്, ഞാൻ എന്തായാലും അശോക് സാറോട് ഈ കാര്യം പറയാം. അങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവരുടെ സംസാരമൊക്കെ ആ സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരു മീഡിയ റിപ്പോർട്ടർ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങേര് ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ, മകനെ കാണുന്നില്ല എന്നെന്തോ പറയുന്നത് കേട്ടോ. നമ്മൾ ഒരേ നാടും ഒരേ ജാതിക്കാരും അല്ലേ, എന്നോട് പറ, ഞാൻ തീരുമാനം ഉണ്ടാക്കാന്ന്. അതെന്ത് പറയാനാ, എന്റെ മോന് കുറച്ച് ഉയർന്ന ജാതിയിൽ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു. അങ്ങനെ നമ്മുടെ ഈ സ്റ്റേഷനിലെ അശോക് സാറില്ലേ, അങ്ങേരാണ് അവരുടെ കല്യാണം നടത്തിയതെന്ന്. അപ്പൊ റിപ്പോർട്ടർ, ഇനി എന്ത് പേടിക്കാനാ? അങ്ങനെയല്ല, നമ്മളുടെ ഇടയിൽ ഒരു ജാതി പ്രശ്നമില്ലേ, ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് എന്റെ മോന്റെ വിളിയൊന്നും കാണുന്നില്ല, എന്തെങ്കിലും സംഭവിച്ചു എന്ന് പേടി പോലെ. അപ്പൊ റിപ്പോർട്ടർ, ആഹാ, അങ്ങനെയാണെങ്കിൽ ഇതിൽ കാര്യമുണ്ട് തോന്നുന്നുണ്ടല്ലോ, ഇനി ഇത് എനിക്ക് വിട്ടേക്ക്. അങ്ങനെ അവൻ എന്തോ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് കഥയുടെ ആരംഭത്തിൽ കണ്ടതുപോലെ നമ്മുടെ ജനനിയും ചന്ദ്രുവിനെ കാണുന്നില്ല എന്നുള്ള ആ ഒരു സമരവും പ്രക്ഷോഭവും മീഡിയയിലെ ബ്രേക്കിംഗ് ന്യൂസും ഉണ്ടായത്. അങ്ങനെയാണ് നമ്മുടെ ശിവയുടെ കയ്യിൽ കേസെത്തുന്നത്. അങ്ങനെ മഹേഷ്, സാറേ ഇതാണ് സംഭവിച്ചത്. അപ്പോ തനിക്ക് അവരുടെ മിസ്സിംഗ് ആയിട്ട് ഒരു ബന്ധുവില്ലാന്ന് തന്നെ പറയുന്നത്? അതെ സാറേ, സത്യം എന്ന് ഉറപ്പാണെങ്കിൽ പോയിക്കോ. അങ്ങനെ നമ്മുടെ ശിവയില്ലേ നേരെ ചന്ദ്രുവിന്റെ വീട്ടിൽ പോയിട്ട് അച്ഛനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അങ്ങനെ സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ ഓൾറെഡി ശിവ ജനനിയുടെയും ചന്ദ്രുവിന്റെയും അവസാനത്തെ ഫോൺ റെക്കോർഡുകൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കോൺസ്റ്റബിള്, സാറേ ലാസ്റ്റ് ജനനിയുടെ ഫോണിലേക്ക് അവളുടെ അമ്മയെ വിളിച്ചിരുന്നേ, അത് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശിവ അവര് തമ്മിൽ എന്താ സംസാരിച്ചെന്ന് ഒന്ന് കേട്ടു നോക്കുമ്പോൾ, മോളെ നീ ഈ വീട്ടിൽ നിന്ന് പോയ ശേഷം അച്ഛനൊന്നും കഴിച്ചിട്ടില്ല, എനിക്കൊന്നും ഇറങ്ങുന്നില്ല, എന്തൊക്കെ പറഞ്ഞാലും നീ ഞങ്ങളുടെ ചോരയല്ലേ, സമൂഹം പലതും പറയും, അച്ഛനെ കാണാന് ഒന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരില്ലേ? അപ്പൊ അമ്മയുടെ സങ്കടം കേട്ടപ്പോ ജനനിയും വരാന്ന് സമ്മതിക്കുകയാണ്. അപ്പൊ ശിവക്കൊരു കാര്യം ഉറപ്പായിട്ടുണ്ട്. അതായത് ജനനിയും ചന്ദ്രു മിസ്സാവുന്നതിന് മുൻപ് അവസാനമായിട്ട് അവര് പോയിട്ടുണ്ടായിരുന്നത് ജനനിയുടെ നാട്ടിലേക്ക്, അവളുടെ വീട്ടിലേക്കാണ്. അപ്പോ അവിടെ വെച്ച് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ? അങ്ങനെ നമ്മുടെ ശിവയില്ലേ നേരെ ജനയുടെ നാട്ടിലേക്ക് അവളുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോ മെന്റലി തകരാറ് പറ്റിയ ഏതോ ഒരാളെ ക്രോസ് ചെയ്തിട്ടാണ് പോലീസിയെ പോകുന്നത്. അതേ സമയത്ത് ആ നാട്ടിലെ 2 കള്ളാപ്പികളിലെ ഇന്ന് രാത്രി ഏത് വീട്ടിലേക്കാരൻ്റെ എന്നുള്ള പ്ലാനിലാണ്. അപ്പോഴാണ് നമ്മുടെ പോലീസ് ഇപ്പൊ ക്രോസ് ചെയ്ത് പോകുന്നതും അവരെ പിടിക്കാനും വന്നെന്ന് കരുതിയിട്ട് അവന്മാരവിടെ നിന്ന് തടിയെടുക്കാൻ നോക്കുന്നതും. അങ്ങനെ ശിവയും ടീമും നേരെ ജനയുടെ വീട് മുഴുവനായിട്ട് അരിച്ചു പെറുക്കുന്നുണ്ട്. അപ്പോൾ ജനയുടെ അച്ഛനാണെങ്കിൽ, അല്ല സാറേ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? നിങ്ങളുടെ മോളും ഭർത്താവും ഇവിടെ? അവരിവിടെയല്ലല്ലോ സാറേ, അവരുടെ വീട്ടിലല്ലേ. നിങ്ങളുടെ മൂത്ത മകളുടെ ഭർത്താവിന്റെ കാര്യമല്ല, ഇളയ മകള് ജനനിയുടെയും ഭർത്താവിന്റെയും കാര്യമാണ്. അവസാനമായിട്ട് ഈ വീട്ടിലേക്ക് വരാന് നിങ്ങൾ തന്നെയല്ലേ അവളെ ഫോൺ വിളിച്ച് സൽക്കരിച്ചേ? അപ്പോ ജനനിയുടെ അച്ഛനാണെങ്കിൽ, അതിന് സാറേ ഫോൺ വിളിച്ച കാര്യം സത്യ, പക്ഷെ അവര് വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല. അവര് വന്നിട്ടില്ലാന്നോ? അവസാനമായിട്ട് നിങ്ങൾക്ക് ഫോൺ വിളിച്ച ശേഷമാണ്
അവരെ രണ്ടുപേരെയും കാണാതായിട്ടില്ലേ? അവരുടെ കല്യാണത്തിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ അവസാനം ആ കല്യാണം നമ്മുടെ അശോക് സാറ് നടത്തിയ ശേഷം നിങ്ങളുടെ ഉള്ളിലുള്ള പക കൊണ്ടല്ലേ അവളെ വിളിച്ചു വരുത്തിയേ? അതല്ലെങ്കിൽ അവളെ കാണാതായിട്ട് ഇന്ന് എത്ര ദിവസം കഴിഞ്ഞു? ഇതുവരെ നിങ്ങൾക്ക് ഒരു സങ്കടോ ഒരു പരാതി തരാനോ സ്റ്റേഷനിലേക്ക് നിങ്ങൾ വന്നിട്ടുമില്ലല്ലോ. അപ്പോ ആ ഒരു വീട് ചെക്ക് ചെയ്ത കോൺസ്റ്റബിളും സാറേ വീട്ടിൽ ആരുമില്ല. ജനയുടെ അമ്മയാണെങ്കിൽ സാറേ എന്റെ മോളെ കാണാത്ത കാര്യം ഇന്നലെ മീഡിയയിലൂടെയാ ഞങ്ങളും അറിയുന്നേ. അവളെ വീട്ടിലേക്ക് ഞങ്ങൾ വിളിച്ച കാര്യം സത്യ, പക്ഷെ അവള് വന്നിട്ടില്ല. അപ്പൊ ശിവയാണെങ്കിൽ അല്ല നിങ്ങളുടെ മകള് വരാന്ന് പറഞ്ഞിട്ട് കാണാതായപ്പോ നിങ്ങൾ തിരിച്ചു വിളിച്ചില്ലേ? സാറേ വിളിച്ചിരുന്നു, പക്ഷെ റേഞ്ച് പോയില്ല. അങ്ങനെ 3 ദിവസം കാത്തിട്ടും അവളെ കാണാതായപ്പോ ഞാൻ അവളുടെ അച്ഛനോട് ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞതാ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് അവൾക്ക് നമ്മളോട് നല്ല ദേഷ്യം കാണും, അതുകൊണ്ട് ചിലപ്പോൾ അവള് ഫോണ് റേഞ്ചില്ലാതാക്കിയതാണെങ്കിലോ അവളുടെ ദേഷ്യവും സങ്കടമൊക്കെ തണിഞ്ഞു കഴിയുമ്പോൾ അവള് നേരെ വന്നോളൂ. അല്ലാതെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്തതല്ല സാറേ. അവള് ശരിക്ക് കാണാതായെന്ന് ഇപ്പൊ തന്നെ സാറേ ഞങ്ങളും അറിയുന്നേ. അപ്പോ ജനയുടെ അച്ഛനും പറയുന്നുണ്ട് സാറേ എന്റെ മോളെ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണേ. അവൾ എന്റെ വാക്ക് കേൾക്കാതായപ്പോ എനിക്ക് അവളോട് ദേഷ്യം വന്ന കാര്യം സത്യ, പക്ഷെ അവൾ എന്റെ മകളല്ലേ, അവളെ നോവിക്കാൻ പോലും എനിക്ക് പറ്റില്ല. അങ്ങനെ ശിവയുടെ കാല് വീഴ നോക്കുമ്പോ ശിവ പറയുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യം നിങ്ങളുടെ മകളെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിച്ചിരിക്കും. അപ്പോഴാണ് നമ്മുടെ ശിവയ്ക്ക് ഒരു ഫോൺ വരുന്നത്. ആ ഫോൺ കേട്ടപ്പോ ശിവ വല്ലാതെ ഷോക്കായി പോകുന്നുണ്ട്. ഞാൻ ഉടനെ തന്നെ വന്നേക്കാം, ജനയുടെ അച്ഛനെയും അമ്മയും കൂട്ടിക്കോ. അത് കേട്ടപ്പോ അച്ഛനും അമ്മയ്ക്കും വല്ലാതെ ഭയാവുന്നുണ്ട്. അങ്ങനെ അവർ ഏതൊരു ഫോറസ്റ്റിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അങ്ങനെ ക്രൈം സീന് മാർക്ക് ചെയ്ത സ്ഥലം നോക്കുമ്പോൾ അവിടെ ആരും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജനനിയും ചന്ദ്രവും കൊല്ലപ്പെട്ട് കിടക്കാണ്. അവരുടെ ബോഡി കാണുമ്പോൾ 2-3 ദിവസം എന്തായാലും ആ ബോഡിക്ക് പഴക്കമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതുവരെ ഈ ഒരു 2 പേരുടേതും മിസ്സിംഗ് കേസ് മാത്രമായിരുന്നു. എന്നാലിപ്പോ അതൊരു മർഡറായിട്ട് കൊലപാതകമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ആരായിരിക്കുന്നു നമ്മുടെ ശിവയ്ക്ക് പ്രത്യേകിച്ച് ഒരു ക്ലൂവും കിട്ടുന്നില്ല. എന്നാൽ തന്റെ മകളുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ജനയുടെ അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നില്ല. അവർ നെഞ്ചുപൊട്ടി കരയുന്നുണ്ട്. നമ്മുടെ ശിവയും അവിടെ നിന്ന് എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന് ശരിക്കും അരിച്ച് പറിക്കു നോക്കുകയാണ്. എന്നാൽ അതേ സ്ഥലത്തുള്ള നമ്മുടെ മഹേഷിലെ അങ്ങയുടെ മുഖത്ത് ഒരു ചെറിയ സന്തോഷവും ഒരു പുച്ഛഭാവൊക്കെയാണ്. അങ്ങനെ ശിവയും തന്റെ ടീമും ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു അസിസ്റ്റന്റ് പറയുന്നുണ്ട് സാറേ ജനനിയുടെ ശരീരത്തിലെ ചില പാടുകൾ കാണുമ്പോൾ ആരോ അവരെ ടോർച്ചർ ചെയ്ത പോലെയുണ്ട്. പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തിയതാന്ന് തോന്നുന്നുണ്ട് സാറേ. ആര് കൊലപാതകം ചെയ്താലും എന്തിനു ചെയ്താലും അവനെ ഇനി അധികം ആയുസ് നമ്മൾ കൊടുക്കാൻ പാടില്ല. അങ്ങനെ ശിവ അവരുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ട് ഒരു സിഗരറ്റ് വലിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് പോവാണ്. അങ്ങനെ ഒരു ചായയും കുടിച്ച് സിഗരറ്റ് വലിക്കുമ്പോഴാണ് കുറച്ചു നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഭ്രാന്തനില്ലേ ഒച്ചത്തില് എന്തൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പൊ അസിസ്റ്റന്റ് പോലീസ് സാറേ അവനീ നാട്ടിലുള്ളതാ, വായ തുറന്ന ഇംഗ്ലീഷാ, പക്ഷെ എന്താ പറയുന്നത് ആർക്കും മനസ്സിലാവില്ല. അപ്പോഴാണ് ആ 2 കള്ളാപ്പികളില്ലേ പോലീസ് കണ്ടെന്തോ ഭയന്ന് നിൽക്കുന്ന പോലെ നമ്മുടെ ശിവ ശ്രദ്ധിക്കുന്നത്. അപ്പോ അസിസ്റ്റന്റിനോട് താൻ പോയിട്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറ. അങ്ങനെ നേരെ ശിവയുടെ മുമ്പിലെത്തിയപ്പോ അതിലൊരുത്തൻ കരഞ്ഞോട്ട് സാറേ ഞാൻ എന്നോട് കുറെ പറഞ്ഞതാ വേണ്ടാന്ന്, ഇവൻ നിർബന്ധിച്ചിട്ടാ സാറേ ഞാനത് ചെയ്തേ. അപ്പൊ ശിവ എന്ത് ചെയ്തു കാര്യം തുറന്നു പറടാ. സാറേ ഇവനാ പറഞ്ഞേ രാമേട്ടന്റെ കോഴി അടിച്ചു മാറ്റാന്ന്. നീയല്ലേ സീതേശന്റെ വീട്ടിൽ നിന്ന് പാത്രം കക്കാന്ന് പറഞ്ഞേ? അല്ല നീയാ പറഞ്ഞെന്ന് പറഞ്ഞ് 2 പേരെ അടിയാകുമ്പോ ശിവ അസിസ്റ്റന്റിനോട് ഏതാടാ ഇവന്മാര്? സാറേ ഇവന്മാര് നാട്ടിലെ അറിയപ്പെടുന്ന കള്ളന്മാരാ, നമ്മുടെ സ്റ്റേഷനിൽ തന്നെ ഒരു 4-5 കേസുണ്ട്. ആഹാ മഹാമാരായിരുന്നല്ലേ? അല്ലടാ നിങ്ങളുടെ നാട്ടില് 2 പേരുടെ കൊലപാതകം നടന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഇനി അതിന്റെ പിന്നില് നിങ്ങളെങ്ങാനാണോടാ? രാത്രിയല്ലേ ഇറക്കം? അയ്യോ ഇല്ല സാറേ, ഞങ്ങള് വല്ല കോഴിയോ പാത്രമൊക്കെ കക്കാന്നല്ലാതെ ഞങ്ങൾക്ക് കൊല ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല സാറേ. അപ്പൊ അസിസ്റ്റന്റും സാറേ യുവമാർക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. അങ്ങനെ ആ 2 തലക്കൊന്ന് കൊടുത്തിട്ട് അവിടെ ഓടിച്ചു വിടുകയാണ്. അങ്ങനെ നേരെ സ്റ്റേഷനിലെത്തിയിട്ട് ഫോറൻസിക് ടീമിനോട് മാക്സിമം ആ ഒരു ക്രൈം സീനിൽ നിന്ന് എല്ലാ എവിഡൻസും കളക്ട് ചെയ്യണം, കാരണം എനിക്ക് ഹയർ അതോറിറ്റിയിൽ നിന്ന് അത്രത്തോളം പ്രഷറുണ്ട്. അങ്ങനെ അസിസ്റ്റന്റ് വന്നിട്ട് സാറേ അവസാനം ചന്ദ്രവും ജനനിയും ഒരു ഡ്രസ്സ് ഷോപ്പിലേക്ക് പോയത്, എന്നാൽ നമുക്ക് ഇപ്പൊ തന്നെ അവിടുത്തെ CCTV വിഷ്വൽ ഒന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ നേരെ ആ ഷോപ്പിൽ പോയിട്ട് കുറച്ച് ദിവസം മുമ്പ് ഈ 2 പേര് ഷോപ്പിലേക്ക് വന്നിരുന്നു. സാറേ കടയിൽ കുറെ ആളുകൾ വരുന്നില്ലേ, അപ്പൊ ഇവര് വന്നിരുന്നു എന്ന് ഓർത്തു വെക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ എത്ര CCTV ഉണ്ട് സാറേ? ഉള്ളിൽ 6ഉം പുറത്ത് 2ഉം ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? അതിനെന്താ? അങ്ങനെ CCTV വിഷ്വൽസ് അരിച്ച് പെറുക്കാണ്. അപ്പോൾ അസിസ്റ്റൻസ് എന്തോന്ന് കണ്ടിട്ട് ഹീറോ വിളിപ്പിച്ചിട്ട് ആ ഒരു വിഷ്വൽ നോക്കുമ്പോൾ അവർ 2 പേരും ഡ്രസ്സ് വാങ്ങിട്ട് ഇറങ്ങുമ്പോൾ ഒരുത്തനില്ലേ അവരെ തന്നെ തുറച്ചു നോക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ടപ്പോ അസിസ്റ്റന്റ് പറയുന്നുണ്ട് സാറേ ഇവൻ എനിക്കറിയാം, നമ്മുടെ സ്റ്റേഷനിലെ മഹേഷ് സാറിന്റെ അനിയൻ ഹരീഷാണ്. സാറേ ഇവനൊരിക്കൽ ബാറിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടായിരുന്നു, ആദ്യം തമ്മിൽ എന്താ ബന്ധം? അപ്പോഴാണ് ചില ഫ്ലാഷ് ബാക്ക് ആ കോൺസ്റ്റബിൾ പറയുന്നത്. ഒരിക്കൽ ഹരീഷും ഫ്രണ്ടും ഒരു ബാറിലിരുന്ന് മദ്യപിക്കുമ്പോൾ ഹരീഷിന്റെ മുഖത്ത് കുറെ മുറിപ്പാടാണ്. ആരാണ് എടുത്തിങ്ങനെ പഞ്ഞിക്കിട്ടെ? അപ്പൊ കൂടെയുള്ള മറ്റേ ഫ്രണ്ട് നമ്മുടെ ചന്ദ്രുല്ല അവനാടാ. ആ ചന്ദ്രുനിൽ നിന്ന് നീ തല്ല് വാങ്ങിട്ട് വന്നോ? ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാല് ഏതൊരുത്തന് എങ്ങനെയാ മാറുമെന്ന് അറിയില്ലല്ലേ? നോക്ക് ഇപ്പൊ ചന്ദ്രു വരെ ഹരീഷിന്റെ അടുത്ത് പഞ്ഞിക്കിട്ടില്ലേ? ഡാ കോപ്പെ, എന്റെ പൈസ കൊണ്ട് തിന്ന് കുടിച്ചിട്ട് എന്നോട് തന്നെ അവന്റെ വീരവാദം പറയാ. ആ ചന്ദ്രുവിനെയും ആ ജനനെയും ഒന്നിച്ച് ജീവിക്കാന് ഞാൻ സമ്മതിക്കില്ല, 2 ഞാൻ തീർക്കും. അപ്പൊ ഫ്രണ്ട് പൊട്ടിച്ചിരിച്ചിട്ട് നീ തമാശ പറയാ? ജനനെ വിട്ടുപോകാൻ വേണ്ടി പറഞ്ഞപ്പോ തന്നെ അവൻ നിന്നെ അടിച്ച് മുഖത്ത് ഇത്രയും പഞ്ചർ വന്നിട്ടുണ്ടെങ്കിൽ അവനെ കൊല്ലാൻ ചെന്നാല് നീ ആയിരിക്കും തീരുക. അത് കേട്ടപ്പോ ഹരീഷിന്റെ കൺട്രോൾ പോയിട്ട് ബോട്ടിൽ വെച്ചാല് അവന്റെ തലക്കടിക്കാണ്. എന്നാല് ആ കാഴ്ച കണ്ടുകൊണ്ടാണ് അവന്റെ ഏട്ടൻ മഹേഷില്ലേ ആ ബാറിലേക്ക് വരുന്നത്. നീ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? അങ്ങനെ അവന്റെ മുഖത്തുനിന്ന് കൊടുത്തിട്ട് ഹരീഷിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതും ആ ഒരു സീനൊക്കെ അതേ സ്ഥലത്ത് മദ്യപിക്ക് വന്നിരുന്ന ഹീറോയുടെ അസിസ്റ്റന്റ് കോൺസ്റ്റബിളും കണ്ടിട്ടുണ്ട്.
കാണണ്ടായിരുന്നു. അപ്പോൾ ശിവയ്ക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഹരീഷിനെ അവരോട് രണ്ടുപേരോടും നല്ല പകയും ഗ്രിഡ്ജ് ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അവനെ പൂട്ടിയിട്ട് അവനോട് ചോദിക്കണ്ടേ. അങ്ങനെ അവനെ ലോക്ക് ചെയ്യാൻ പോകുമ്പോൾ പോലീസ് വരുന്ന കാര്യം നേരത്തെ അവൻ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവനോട് നോടി തള്ളാണ്. നമ്മുടെ ശിവയും ടീമും അവനെ പിന്നാലെ പിടിക്കാൻ നോക്കിയിട്ടും അത് ഹരീഷിന്റെ നാടല്ലേ. പോലീസിന്റെ കണ്ണ് തെറ്റിന്ന് ഉറപ്പായപ്പോൾ ഒരു പഴയ ബിൽഡിങ്ങിനുള്ളിൽ അവൻ നൈസായിട്ടുകാരെ വിളിക്കുകയാണ്. എന്നാൽ പിന്നാലെ വന്ന അസിസ്റ്റൻസിനെ അവനെ കാണാൻ പറ്റിയിട്ടില്ല. ഹരീഷ് രക്ഷപ്പെട്ടെന്ന് കരുതുമ്പോഴാണ് അവന്റെ തൊട്ടരികില് ആരോ നിൽക്കുന്നത് പോലെ തോന്നുന്നത്. നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ ശിവ തന്നെയാണ്. അങ്ങനെ അടിച്ചു പിഴിഞ്ഞ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് അസിസ്റ്റൻസിനെ കൊണ്ട് ഹരീഷിനെ പഞ്ഞു കിട്ടിട്ടും അവനൊന്ന് വായു തുറക്കുന്ന പോലുമില്ല. അപ്പൊ ഹീറോ അവന്റെ രണ്ട് കയ്യിലോട്ട് കമ്പി കെട്ടിയിട്ട് അതിൽ അവനെ കെട്ടി തൂക്കാണ്. ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല. കുറച്ചധികം നേരം തൂക്കടോ. അവസാനം അവന് വേദന സഹിക്കാൻ പറ്റാതെയപ്പോ സാറേ എല്ലാം ഞാൻ പറയാം. അങ്ങനെ അവനെ ആ കമ്പിയിൽ നിന്ന് താഴെ ഇറക്കാണ്. അപ്പോൾ അവൻ ചില ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. സാറേ ജനനിയെ കല്യാണം ആലോചിക്കാനേ അവളുടെ വീട്ടിൽ പോയപ്പോഴാണ് ചന്ദ്രവളെ കല്യാണം കഴിച്ച് അറിയുന്നത്. അപ്പോൾ എന്റെ ഉള്ളില് അവനോട് വല്ലാതെ പക തോന്നിയിട്ട് ഞാൻ അവനെ എടുത്ത് പഞ്ഞു കിട്ടിരുന്നു. അപ്പോൾ ചന്ദ്ര ചോദിച്ചത്, നീ എന്തിനാടാ എന്നെ ഉപദ്രവിക്കുന്നത്? എന്റെ പെണ്ണ് ജനനിയെ നീ പ്രണയം നടിച്ച് തട്ടെടുക്കാൻ നോക്കുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കണം. ഹരീഷ് എനിക്ക് അറിയില്ലായിരുന്നു ജനനിയെ ഞാൻ വർഷങ്ങളായിട്ട് പ്രണയിക്കുന്ന അവളെയാണ് നീ കല്യാണം ആലോചിക്കാൻ പോയതെന്ന്. എന്നാലും ഹരീഷ് എനിക്ക് അതൊന്നും കേൾക്കണ്ട. മര്യാദയ്ക്ക് നീ കെട്ടിയ താലി പറിച്ചു കളഞ്ഞിട്ട് അവളെ എനിക്ക് തന്നേക്ക്. എന്നാലും ചന്ദ്രു ഇത്രയും നേരം എന്റെ ഭാഗത്ത് എന്തോ തെറ്റുണ്ടെന്ന് കരുതിരാ ഞാൻ മിണ്ടാതിരുന്നേ. എന്തിനാടാ എന്റെ പ്രണയത്തെ ഞാൻ നിനക്ക് വേണ്ടി ഇല്ലാതാക്കുന്നേ? അതും പറഞ്ഞ് ഉപദ്രവിക്കാൻ വന്ന ഹരീഷിനെ ചന്ദ്രടുത്ത് പഞ്ഞു കിട്ടാണ്. അവസാനം തലയടിച്ച് പൊളിക്കുന്നുണ്ട്. അപ്പോൾ ശിവയോട് ഹരീഷ്, സാറേ അവനെന്നെ ഉപദ്രവിച്ചില്ലേ, അതും കൂടെ ആയപ്പോ എന്റെ മനസ്സിൽ നിന്ന് ആ പക തീരെ പോകാതെയായി. അപ്പോഴാണ് ടൗണില് അവന് വേണ്ടി കത്ത് ഞാൻ പറഞ്ഞുറപ്പിച്ചപ്പോ അവര് രണ്ടുപേരും ഹണിമൂണും കഴിഞ്ഞ് എന്റെ മുമ്പിൽ വന്ന് ഇറങ്ങി എന്റെ സ്വപ്നങ്ങൾ തട്ടിത്തെറിപ്പിച്ച അവരോടുള്ള പക ഇരട്ടിയായപ്പോ അന്ന് രാത്രി അവര് ചില പർച്ചേസിംഗ് നടത്തിയിട്ട് ജനനിയുടെ വീട്ടിലേക്കുള്ള ആ ഒരു ബസ്സിൽ കയറിയിട്ട് അവരുടെ അമ്മയും അച്ഛനെയും കാണാൻ പോയിരുന്നു. അതായത് എല്ലാം കോംപ്രമൈസ് ആക്കാൻ. അങ്ങനെ കുടുംബമൊക്കെ ഒന്നായി കഴിഞ്ഞാല് പിന്നെ ഞാനെന്തിനാ? അങ്ങനെ അവര് പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് പിന്നാലെ ആ കത്തിയുമായിട്ട് ഞാൻ എന്റെ ബൈക്കിൽ പാഞ്ഞു പോയിരുന്നു. അപ്പോഴാണ് എന്റെ ഏട്ടനില്ലേ തുടർച്ചയായി എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അവസാനം സഹിക്കിട്ട് ഫോൺ എടുത്തപ്പോ, ഹരീഷേ നീ ഇത് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഏട്ടൊരു അർജന്റ് ജോലിയുണ്ട്, ഞാൻ വീട്ടിലെത്താൻ കുറച്ച് ലേറ്റ് ആവും. നീ എങ്ങോട്ടാ പോകുന്നത്? നിന്റെ ജോലി എന്തെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മര്യാദയ്ക്ക് 1/2 മണിക്കൂറിൽ വീട്ടിലുണ്ടാവണം. അതല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് ആളുകളുടെ മുമ്പിലിട്ട് എന്റെ ചേരിപ്പൂരി നിന്നെ തല്ലും. എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. ഞാൻ മനസ്സ് പറഞ്ഞു, മോനെ ചന്ദ്രു നിനക്ക് ആയുസുണ്ടടാ, നീ ഇപ്പൊ രക്ഷപ്പെട്ടോ, ഒരിക്കൽ എന്റെ കൈ കിട്ടും. അങ്ങനെ ഞാനിവിടെ തിരിച്ചു പോയതാ സാറേ. ഇതാ സത്യം. ശരിയാണ് എന്റെ മനസ്സിനോട് ദേഷ്യം തോന്നിയെന്നും ഒരു കത്തിയുമായി പിന്നാലെ പോകുന്ന കാര്യം സത്യം. പക്ഷെ എന്റെ ഏട്ടൻ എന്നെ വിളിച്ച് എന്റെ തലയിൽ ബുദ്ധി പറഞ്ഞപ്പോ ഞാൻ പിന്തിരിഞ്ഞതാ. പിന്നെ ഞാൻ അവരുടെ പിന്നാലെ പോയിട്ടേയില്ല. സാർ എന്നെ വിശ്വസിക്കും. അപ്പൊ ശിവ പൊന്നുമോനെ നീ പറയുന്ന സത്യമല്ലേ? ഇനി ഇതിൽ എന്തെങ്കിലും ഒരു തരി നോണയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ മണ്ണ് വാരിയാല് ഒരു കഷ്ണം പോലും ഇറച്ചി ഒരാൾക്കും നിന്റെ കിട്ടില്ല. അപ്പൊ ഹരീഷ് സാറേ ദൈവത്തിനാണ് സത്യം, സാറിന്റെ കാലിൽ വേണേ ഞാൻ വീഴാം, ഞാൻ പറഞ്ഞ മൊത്തം സത്യ. അപ്പൊ ശിവ അസിസ്റ്റന്റിനോട് ഒരു കാര്യം ചെയ്യ്, ഇവനെ പറഞ്ഞു വിട്ടേക്ക്. സാർ ഇവൻ തന്നെ ആയിരിക്കും തന്നോട് പറഞ്ഞത് ചെയ്യേ. അങ്ങനെ ഹരീഷിനെ പറഞ്ഞു വിട്ട ശേഷം അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട്, ഇവൻ എന്തായാലും അത് ചെയ്തിട്ടാൻ ചാൻസ് ഇല്ല, അവൻ ആ ദേഷ്യത്തിൽ പിന്നാലെ പാഞ്ഞതാ. എന്നൊക്കെ പറഞ്ഞാലും അവനൊരു പോലീസ് കുടുംബത്തിൽ നിന്നല്ലേ, ഒരു കൊലപാതകം ചെയ്താൽ എന്തൊക്കെ കിട്ടാൻ പോകുന്നെന്ന് അവനൊരു ബോധം ഉണ്ടാവുമല്ലോ. അപ്പൊ ശിവ അസിസ്റ്റന്റിനോട്, അല്ല നമ്മുടെ ചന്ദ്രുവിന്റെ ഫോൺ ട്രാക്ക് ചെയ്യാൻ പറ്റുമോ? സാറേ അതാണ് അതിശയം, ജനയുടെ ഫോണ് അവരുടെ ആ ഒരു മർഡർ നടന്ന ഏരിയയിൽ തന്നെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു, നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചന്ദ്രുവിന്റെ ഫോൺ മാത്രം ഇപ്പോഴും ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ശിവ മറ്റൊരു അസിസ്റ്റന്റിനോട്, എനിക്ക് ഇപ്പൊ തന്നെ ആ ഫോൺ എവിടെയുള്ളതെന്ന് അറിഞ്ഞേ മതിയാവും. അങ്ങനെ ആ ഫോണിന്റെ IMEI നമ്പർ വെച്ചിട്ട് ആ ഫോൺ ആരുടെ കയ്യിലുള്ളതെന്ന് നോക്കുമ്പോൾ ഒരു കരിക്ക് കച്ചവടക്കാരന്റെ അടുത്താണ്. അങ്ങനെ അവനെ പിടിച്ചു വലിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് അവനെ പഞ്ഞുകിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ഫോൺ ആരതാടാ? സാർ ഇത് എന്റേത് തന്നെയാ. അവൻ സത്യം പറയുന്ന ഉറപ്പായപ്പോ നമ്മുടെ ശിവ, പൊന്നുമോനെ ഈ ഫോണിന്റെ യഥാർത്ഥ ഓണർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോ നീ സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ആ കൊലപാതകം നീയാ ചെയ്തതെന്ന് എനിക്ക് തെളിയിക്കേണ്ടി വരും. ജീവിതകാലം ജയിലിൽ കടന്ന് ഉണ്ട തിന്നേണ്ടി വരും. അപ്പോൾ പേടിച്ചിട്ട് അവൻ പറയുന്നുണ്ട്, സാറേ ഈ ഫോണ് എന്റേതല്ല, എനിക്ക് പരിചയമുള്ള സീന എന്ന ഒരുത്തൻ 2000 രൂപക്ക് എനിക്ക് തന്നതാ. കുറഞ്ഞ പൈസക്ക് നല്ലൊരു ഫോൺ കിട്ടിയതില്ലെന്ന് കരുതിയിട്ട് ഞാനും മിണ്ടിയില്ല. സാറേ ഞാൻ ആരും കൊന്നിട്ടില്ല സാറേ. അപ്പൊ ശിവ അസിസ്റ്റന്റിനോട് ആ സീനയെ കൂട്ടിട്ടു. സാറേ സീന ഇതുപോലെ ചെറിയ ഫോണുകളൊക്കെ കക്കുന്ന ഒരു ചെറിയ കള്ളനാ. അവനെന്തായാലും ആരെയും കൊല്ലാനുള്ള കഴിവൊന്നുമില്ല. നമുക്കൊരു സംശയം തോന്നിക്കഴിഞ്ഞാല് അവരെ വിളിക്കുക, അവരെ ചോദ്യം ചെയ്യുക, ഏതെങ്കിലും ക്ലൂ കിട്ടുമോ നോക്കുക, അല്ലാതെ നമ്മൾ തന്നെ നേരത്തെ തീരുമാനം എടുക്കണ്ട. അങ്ങനെ തന്റെ ടീമിനെ സീനയെ പിടിക്കാനായിട്ട് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവന്മാരെ പിടിച്ചോണ്ട് നോക്കുമ്പോൾ അവരാരെന്ന് വെച്ചാല് നമ്മുടെ 2 കള്ളാപ്പികളില്ലേ, അവന്മാരാണ്. രണ്ടെണ്ണത്തിന്റെ അടുത്ത് പഞ്ഞു കിടുമ്പോഴും അവര് പറയുന്നത്, സാറേ ഞങ്ങൾക്കാരും കൊല്ലാനുള്ള ധൈര്യമൊന്നുമില്ല. അപ്പൊ ശിവ അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. ആ കൊലപാതകത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും അറിയോ? സാറേ ഞങ്ങൾക്കൊന്നും അറിയില്ല. അപ്പൊ ശിവ ഗണ്ണ് പുറത്തെടുത്തിട്ട് ഒന്നെങ്കിലും പറ, അല്ലെങ്കിൽ പോയി ചേർന്നോ. അപ്പൊ അവരെന്തൊക്കെയോ ചില ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. എന്നാൽ അതെന്താണെന്ന് നമ്മൾ കാണുന്നില്ല. അങ്ങനെ അടുത്ത സീനില് ശിവ നേരെ വിളിക്കുന്നത് നമ്മുടെ ചന്ദ്രുവിന്റെയും അതുപോലെ ജനനയുടെയും കല്യാണം നടത്തി കൊടുത്ത SI അശോക് സാറിനെയാണ്. സാറേ ഞാൻ വിളിച്ചത് ആ ഒരു 2 മർഡറിനെ കുറിച്ച് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് സാറോട് പറയാനായിരുന്നു. ശിവ, നീ കേസ് എടുത്തപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു നീ കേസ് തെളിയിക്കാതെ വിടില്ലാന്ന്. എന്തായാലും കൺഗ്രാജുലേഷൻ. അപ്പൊ ശിവ, താങ്ക് യു സാറേ. സാറേ, ഈ കേസിനെ കുറിച്ച് നമുക്ക് നേരിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണമായിരുന്നു. ഇപ്പൊ വരാൻ പറ്റുമോ? പിന്നെന്താ, ഞാൻ ചെറിയ പണിയില്ല, ഒരു 1/4 മണിക്കൂറിൽ എത്തിയേക്കാം. അങ്ങനെ പ്രൈവറ്റ് ആയിട്ട് അശോകും ശിവയും മീറ്റ് ചെയ്യാണ്. അല്ല ശിവ, എന്താ ക്ലൂ കിട്ടിയേ? സാറേ, അതാ അതിശയം. അതായത് ചില കുറ്റവാളിയുടെ വിചാരം എന്താണെന്നറിയോ? നമ്മൾ പോലീസുകാരെ അങ്ങ് എളുപ്പത്തിൽ പറ്റിക്കാന്നാ. ചിലപ്പോ പോലീസ് കുപ്പായത്തിലിരുന്നിട്ട് നമ്മളെ കൂടെ നിന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നാടകം കളിച്ചുകൊണ്ടിരിക്കും. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തനെ പിടിക്കല് കുറച്ച് ചാലഞ്ചിങ് അല്ലേ? അപ്പൊ അശോക് സാറ്, അതൊക്കെ കാര്യം ശരിയാ, പക്ഷെ എനിക്കത് വിഷയമല്ല. ശിവ, നീ പറ, അവൻ ആരായാലും നിന്റെ മുമ്പ് ഞാൻ കൊണ്ടുവന്നിട്ട് തരാം. സാറേ, അത് വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയാണ് അശോക് സാറേ. യു ആർ അണ്ടർ അറസ്റ്റ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇഷ്ടായിരുന്നില്ലേ? ചന്ദ്രുവിനെയും അതുപോലെ ജനനിയെയും കൊലപ്പെടുത്തിയതിന് നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യാണ്. എന്നാൽ അശോക്, താൻ എന്തോടെ പറയുന്നത്? ഞാനാണ് അവരെ കൊലപ്പെടുത്തിയെന്നോ? അവർ രണ്ടുപേരുടെ ജീവിതം വേർപിരിയാൻ പോയപ്പോ അവരുടെ കുടുംബത്തെ കൂട്ടിയിട്ട് ഞാനാണ് ഒന്നിപ്പിച്ചിട്ട് കല്യാണം നടത്തി കൊടുത്തത്. എന്നിട്ട് ഞാൻ ആരെ കൊന്നു? എന്റെ തലയിൽ ആരോപണിടുക? എനിക്കും ഈ കൊലപാതകമായിട്ട് ഒരു ബന്ധവുമില്ല. നിനക്ക് എവിടെയോ തെറ്റ് ശിവ. സാറേ, എനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. അന്ന് അവർ രണ്ടുപേരും മരണപ്പെട്ട ആ ഒരു ക്രൈം സീനില് ഞാൻ ശരിക്കും ചെക്ക് ചെയ്തപ്പോ ഏതോ ഒരു വണ്ടിയുടെ ടയർ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ആ ഒരു മാർക്ക് ഞാൻ ഫോറൻസിക്കിന് അയച്ചപ്പോ അവരെന്നോട് പറഞ്ഞത് ഈ ടയറുകൾ സ്പെസിഫിക് ആയിട്ടുള്ള ചില വണ്ടികൾക്ക് മാത്രം യൂസ് ചെയ്യുന്നതാണ്. ആ വണ്ടികൾ ഏതെന്ന് നോക്കിയപ്പോ ചില പിക്കപ്പുകളും അതുപോലെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ വണ്ടിയാണ്. അതിലൊന്ന് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന അശോക് സാറെ, നിങ്ങൾ ആദ്യം വർക്ക് ചെയ്ത അതേ സ്റ്റേഷനിലെ വണ്ടിയായിരുന്നു. എന്നാൽ സ്റ്റേഷനിലെ വണ്ടി മർഡർ നടക്കുന്നതിന് മുൻപ് അങ്ങോട്ട് എന്തിനാ പോയത്? അപ്പൊ അത് അന്വേഷിക്കണമെങ്കിൽ അശോക് നിങ്ങളോട് തന്നെ ഞാൻ ചോദിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് അന്ന് നേരെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. എന്നാൽ നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല. എന്നാൽ അപ്പോൾ നിങ്ങൾ പുറത്ത് അഴിച്ചിട്ടുണ്ടായിരുന്ന നിങ്ങളുടെ ഷൂസ് എനിക്ക് പലതും കാണിച്ചു തന്നു. അന്ന് ക്രൈം സീനിലെ ഞാനൊരു വിത്ത് കണ്ടിരുന്നു. അതേ വിത്തിന്റെ പകുതി പീസ് നിങ്ങളുടെ ഷൂസിന്റെ അടിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ 2 വിത്തും ഒന്നാണോ എന്ന് ഞാൻ ടെസ്റ്റിന് അയച്ചപ്പോൾ അവസാനം റിസൾട്ടും പോസിറ്റീവായിട്ട് തന്നെ വന്നേ. അപ്പോൾ അന്ന് വണ്ടി എടുത്തിട്ട് ആ സ്ഥലത്തേക്ക് പോയത് നിങ്ങളാണെന്നും ആ ക്രൈം സീനിൽ വെച്ച് നിങ്ങളെ നേരിട്ട് കണ്ട 2 ദൃക്സാക്ഷികളും ഉറപ്പിച്ച് സാക്ഷിയും പറഞ്ഞിട്ടുണ്ട്, സീന അതുപോലെ സിദ്ധ. അപ്പോ അശോക് സാറെ, ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങ് സമ്മതിച്ചേക്ക്. അങ്ങനെ ഇൻസ്പെക്ടർ അശോകിനെ ഇന്ററാക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ശിവയും ടീമും ഒരു റൂമിലേക്ക് മാറ്റാണ്. എന്നിട്ട് ശിവ, സാറേ, എനിക്ക് നിങ്ങളെപ്പോലെ ഒരു നല്ല പോലീസുകാരനെ ചോദ്യം ചെയ്യേണ്ട അവസ്ഥ വരുമെന്ന് സ്വപ്നത്തിൽ ഞാൻ കരുതിയില്ല. അതുപോലെ തന്നെ കുറച്ച് നാളു മുൻപ് നിങ്ങളുടെ ഭാര്യയും മകളും മരണപ്പെട്ടു പോയിരുന്നില്ലേ? അപ്പോൾ അതിനെക്കുറിച്ചും എനിക്ക് ചില സംശയങ്ങളുണ്ട്. അപ്പോൾ എന്റെ എല്ലാ സംശയങ്ങളും സാറുടെ മനസ്സിലുള്ള സത്യങ്ങളായിട്ട് തുറന്നു പറയല്ലേ? അപ്പോൾ അറിയാതെ അശോകിന്റെ കണ്ണ് നിറയുന്നുണ്ട്. ശിവ, നീ പറഞ്ഞ പോലെ തന്നെ ഞാനും എന്റെ ഭാര്യയും വളരെ ഹാപ്പി ആയിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. അവളെ ഞാൻ പ്രണയിച്ച് കല്യാണം കഴിച്ചതല്ലേ. അവൾക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല. അത്രത്തോളം സ്നേഹവും കെയറും ഞാനൊക്കെ കൊടുത്തിരുന്നു. എന്നാൽ ആ ഒരു സന്തോഷമൊന്നും അധിക നാളും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ആരുടെ കണ്ണ് തട്ടുകയെന്നറിയില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ എന്നും ഓരോരോ വാക്ക് തർക്കവും പ്രശ്നങ്ങളുമായി. അങ്ങനെ ഒരു ദിവസം ജോലി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ട് വീട്ടിലേക്ക് വന്നേ. എന്നാൽ എന്റെ ഭാര്യ ജ്യോതി, അവൾ വല്ലാതെ ദേഷ്യത്തിലായിരുന്നു. ഇത്രയും ലേറ്റായിട്ട് എന്തിനാ വീട്ടിലേക്ക് വന്നേ? അത് ജ്യോതി, ഇന്ന് സ്റ്റേഷനിൽ ഒരു കേസ് വന്നു. സ്വന്തം അച്ഛനെ ആ കുടുംബത്തിലെ മകൻ തന്നെ കൊലപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ പ്രഷർ സഹിക്കാൻ പറ്റാതെ ആ കേസിന്റെ പിന്നാലെ ഞാൻ പോയതാ. തീരെ സമയം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ കല്യാണം കഴിച്ചേ? സ്റ്റേഷനിൽ തന്നെ കടന്നാൽ പോരായിരുന്നു. എന്നാൽ അശോകന് ദേഷ്യം വന്നിട്ട്, കല്യാണം നടക്കുന്നതിന് മുൻപ് നിനക്ക് അറിയില്ലായിരുന്നു ഞാനൊരു പോലീസുകാരനാണ്, എനിക്ക് തിരക്കുകളുണ്ടാവുന്നു? എന്നാൽ ഇത്രയ്ക്ക് തിരക്കുള്ള ഒരാളാണെന്ന് ഞാൻ കരുതിയില്ല. എനിക്കും സ്വപ്നങ്ങളില്ലേ? മറ്റുള്ള പല കുടുംബങ്ങളും കാണുമ്പോൾ എനിക്ക് കൊതിയാവുകയാണ്. എനിക്ക് ആരോടെങ്കിലും ഒന്ന് മിണ്ടി പറഞ്ഞിരിക്കാൻ ഒരു കുഞ്ഞുങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇത്രയും സങ്കടം ഞാൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. എന്നാൽ അശോക്, അതിന് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നില്ലേ? എന്ത് ട്രൈ ചെയ്യുന്നുണ്ടെന്ന്? നിങ്ങൾ ഡോക്ടേഴ്സ് പറഞ്ഞ മെഡിസിൻസ് കറക്റ്റ് എടുക്കുന്നുണ്ടോ? അടുത്തുള്ള നെയ്ബേഴ്സ് ഒക്കെ എന്തൊക്കെയാ നമ്മളെ കുറിച്ച് പറയുന്നതെന്ന് അറിയോ? അങ്ങനെ പലരും പലതും പറയും. അവിടെ നിന്ന് ചെവി കൊടുക്കാൻ നിൽക്കണ്ട. അതൊന്നുമില്ല, എനിക്ക് നല്ല സംശയമുണ്ട്. നിങ്ങൾക്ക് പുറത്തെവിടെയോ വേറെ ആരോടെ കണക്ഷൻ ഇല്ലേ? ഒരു സെറ്റപ്പ് ഇല്ലേ? അത് കേട്ട പശുവിന്റെ കൺട്രോൾ പോയിട്ട് അറിയാതെ തന്റെ ഭാര്യയെ തല്ലിപ്പോവാണ്. അതില് അവള് തെറിച്ച് താഴെ വീണിട്ടുണ്ട്. ആ അശോക്, നിന്നെ ഞാൻ എത്രയൊക്കെ പ്രണയിക്കുന്നുണ്ട് നിനക്ക് അറിയുന്നില്ലേ? നിന്നെ ചെറുതായിട്ട് പോലും നോവിക്കരുന്ന് കരുതിയിട്ടാ ഈ സത്യം ഇതുവരെ ഞാൻ പറയാതിരുന്നേ. നമുക്ക് രണ്ടുപേർക്കും കുഞ്ഞുണ്ടാവാത്തതിന്റെ കാരണം ഞാനല്ല, അതിന്റെ പ്രശ്നം നിനക്കാണ്. എന്നിട്ടും നീ എന്തെന്നെ മനസ്സിലാക്കാതെ? എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും തന്റെ ഭാര്യ ജ്യോതി എഴുന്നേൽക്കുന്നില്ല. നീ തമാശ കളിക്കാതെ എഴുന്നേക്ക് ജ്യോതി. എന്റെ ഭാഗത്ത് തന്നെ തെറ്റ്. സോറി, ഇനി ഒരിക്കലും ഇതുപോലെ ഞാൻ ആവർത്തിക്കില്ല. എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും എത്ര വിളിച്ചിട്ടും അവൾ എഴുന്നേറ്റില്ല. അപ്പോഴാണ് അശോകിന് മനസ്സിലായത് തന്റെ ഭാര്യ അവൾ മരണപ്പെട്ടിട്ടുണ്ട്. അതേ സമയത്ത് സൊസൈറ്റി, തന്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റു പോലീസുകാരൊക്കെ താനാണ് ഭാര്യ കൊലപ്പെടുത്തി നിറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എങ്ങനെയൊക്കെ കളിയാക്കുന്നുള്ള ഓരോ സീനും ഓർത്തു പോവാണ്. ഇത്രയും നാളും എല്ലാവരും റെസ്പെക്ട് ചെയ്ത ഒരു പൊസിഷനിൽ നിന്ന് എല്ലാവരും കളിയാക്കുന്ന കോമാളിയെ മാറാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ തന്റെ ഭാര്യയുടെ ബോഡി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ആരും കാണാതെ നിക്ഷേപിക്കാൻ അശോക് തീരുമാനിക്കുകയാണ്. അതേ സമയത്താണ് നമ്മുടെ ചന്ദ്രവും ജനനിയും അവരുടെ നാട്ടിലേക്ക് ബസ്സിൽ വരുന്നത്. എക്സ്പെക്ട് ചെയ്യാതെ ബസ് ബ്രേക്ക് ഡൗൺ ആയി പോവാണ്. അപ്പോൾ ആ ഒരു ഡ്രൈവർ ആണെങ്കിൽ, സാറേ ബസ് റെഡിയാൻ കുറെ ടൈം എടുക്കും, അപ്പോൾ നിങ്ങൾ വേറെ വണ്ടി വിളിച്ച് പോയിക്കോ, പൈസ വാങ്ങുമ്പോൾ ഇങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്. എന്നാലും ജനനി പ്രശ്നം ഉണ്ടാക്കണ്ട, എനിക്ക് അറിയുന്ന നാടല്ലേ,
നമുക്ക് പതിയെ നടക്കാം, ഏതെങ്കിലും വണ്ടി കിട്ടിയാലോ. അങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോ അല്ല ജനനി, ഈ വഴിയല്ലാതെ നിന്റെ വീട്ടിലേക്ക് വേറെ വഴിയൊന്നുമില്ല. ഇവിടുന്ന് കുറച്ചു മുമ്പോട്ട് പോയിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, എന്നാൽ അത് കാടിന്റെ അരികിലൂടെയാ. അവിടെ പുലിയും ആനയൊക്കെ ഉണ്ടാവുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചന്ദ്രു ആഹാ എന്നിട്ടാ നമുക്കൊരു അഡ്വഞ്ചർ ട്രിപ്പ് പോലെ തന്നെ പോയി കളയാന്ന്. അങ്ങനെ ജനനിയും ചന്ദ്രനും കൂടി ആ കാട്ടിന്റെ ഭാഗത്തോട്ട് പോകുമ്പോൾ അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ അശോക് തന്റെ ഭാര്യയുടെ ബോഡി കുഴിച്ചിടാൻ വേണ്ടിയിട്ടുള്ള കുഴിയെടുത്തോണ്ടിരിക്കുന്നത്. ഇതൊന്നും അറിയാതെ അവർ ആ വഴിക്ക് വരുമ്പോഴാണ് കുറച്ച് ദൂരെ ഒരു വണ്ടി നിർത്തിയിട്ട് കാണുന്നത്. അപ്പോ ജനനി, അതേതോ പരിചയമുള്ള വണ്ടി വരുന്നുണ്ടല്ലോ, നമുക്ക് ചിലപ്പോൾ വീട്ടിലേക്ക് ആ വണ്ടിയിൽ പോകാൻ പറ്റും. ചന്ദ്രു ആണെങ്കിൽ അത് വേണ്ട, നമുക്ക് ഷോർട്ട് വഴി തന്നെ പോയി കളയാം. എന്നാലും ജനനി വാ നമുക്ക് നോക്കാം. അങ്ങനെ ചന്ദ്രനെ പിടിച്ചു വലിച്ച് ആ ഒരു വണ്ടിയുടെ അരികിലേക്ക് പോയി നോക്കുമ്പോൾ അത് പോലീസ് വണ്ടിയാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ വണ്ടി ഇവിടെ എന്താണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്? അപ്പോഴാണ് കുറെ ദൂരെ എന്തോ ശബ്ദം കേട്ട് നോക്കുന്നത്. അപ്പോ ആരോ ഒരാള് കുഴി മൂടുന്നുണ്ട്. എന്നാൽ അവർക്ക് ഓടിയിട്ട് ആ ഒരാളാരെന്ന് കാണുന്നില്ല. അപ്പോ ജനനി തന്റെ ഫോൺ എടുത്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ചന്ദ്രു നമുക്ക് പോവാൻ ജനനി, വെറുതെ പ്രശ്നത്തിന് നിൽക്കണ്ട. എന്നാലും ആ ഒരു ശബ്ദം നമ്മുടെ അശോക് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങേര് ആരാന്നറിയാന് ടോർച്ചടിച്ച് നോക്കുമ്പോൾ ജനനിയും ചന്ദ്രുവിനെയും അങ്ങേര് കണ്ടു എന്ന് ഉറപ്പായപ്പോ അവരോട് നോടുകയാണ്. എന്നാൽ അശോക് വിടുവോ? അവരുടെ പിന്നാലെ പോയിട്ട് ചന്ദ്രുവിനെ ചവിട്ടി തെറിപ്പിക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രു ആണെങ്കിൽ തന്റെ ഭാര്യയ്ക്ക് ജനനിക്ക് ഒന്നും സംഭവിക്കാതിരിക്കാന് തിരിച്ച് അശോകനോട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ അശോകന് തലക്കടിച്ചിട്ട് അവന്റെ ബോധം കെട്ടപ്പോ ജനനിയോട് പറയുന്നുണ്ട്, ജനനി നിന്റെ കയ്യിലുള്ള ഫോണിലുള്ള വീഡിയോ അത് ഡിലീറ്റ് ചെയ്തോളാം. എന്തിന് സാറേ? ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്താല് ജനങ്ങൾ സൊസൈറ്റി അറിയട്ടെ. എന്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു തെറ്റാത്, കയ്യബദ്ധാണ്, എന്റെ ജീവിതം തകർക്കല്ലേ. ഇല്ല സാറേ, എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു പോലീസുകാരിയാ. ഈ വീഡിയോ കമ്മീഷണർക്കോ അതോറിറ്റിക്കോ മീഡിയക്കോ അല്ലാതെ സാറിന് ഞാൻ തരില്ല. ജനനി നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നത് ഞാനാണ്, നിങ്ങളുടെ കല്യാണം നടത്തിയത് ഞാനാണ്. കുറച്ചെല്ലാം നന്ദി കാണിക്കേ. സാറേ അതൊക്കെ സത്യം തന്നെയാ. എന്നാൽ നിങ്ങൾ ചെയ്ത ഈ ഒരു ക്രൈം അതെനിക്ക് കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റുമോ? അപ്പോ ദേഷ്യം വന്ന അശോകില്ലേ അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു ഫോണ് തട്ടി തെറിപ്പിച്ചിട്ട് അവൾക്ക് ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട്. അതിലൂടെ താഴെ വീഴുമ്പോ അവളുടെ തല പോയിട്ട് ഒരു കല്ലിലടിക്കാണ്. അങ്ങനെയാണ് ജനനി മരണപ്പെട്ടു പോയത്. അതിനുശേഷം അവള് ഷൂട്ട് ചെയ്ത ആ ഒരു വീഡിയോയുടെ ഫോണ് അശോക് തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രണ്ട് കള്ളാപ്പിമാരെ അവിടെ അശോക് കാണുന്നത്. നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? സാറേ ഞങ്ങളൊന്നും കണ്ടിട്ടില്ലേ. അപ്പൊ അശോക്, നിങ്ങൾ രണ്ടുപേര് കള്ളന്മാരെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങളുടെ പേരിൽ ഒരു കേസും ഉണ്ടാവില്ല. ഇനി എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം. പക്ഷെ അതിന് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരണം. സാറ് പറ എന്താ ചെയ്യണ്ടേ? ഇവരുടെ രണ്ടുപേരുടെയും ബോഡി ആർക്കും കിട്ടാൻ പാടില്ല, ഒരു ക്ലൂ പോലും അവശേഷിക്കാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴിവാക്ക്. എന്നാലും കള്ളാപ്പികള്, സാറേ ഞങ്ങൾ കള്ളന്മാരാ, പക്ഷേ ഇതുപോലത്തെ ക്രൂരതയൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. മര്യാദക്ക് പറഞ്ഞു കേട്ടിട്ടില്ലെങ്കിൽ ഇവർ രണ്ടുപേരെയും നിങ്ങളാ കൊലപ്പെടുത്തിയെന്ന് ഞാൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് നേരെ രണ്ടിനെയും ജയിലിൽ തള്ളും. അപ്പൊ പേടിച്ചിട്ട് അവര്, സാറ് പറഞ്ഞ പോലെ ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ ബോഡി ഒഴിവാക്കിയിട്ട് നേരെ എന്നെ ഒന്ന് കണ്ടാൽ മതി, നിങ്ങൾക്ക് നല്ലൊരു പൈസ തന്നെ ഞാൻ തന്നേക്കാം. അങ്ങനെ അശോക് അവിടെ നിന്ന് പോയതാണ്. അപ്പൊ ശിവ, അല്ല സാറേ, ഒരു കൊലപാതകം ചെയ്തിട്ട് രക്ഷപ്പെടൽ തന്നെ കുറച്ചധികം റിസ്ക് അല്ലേ? അതിന്റെ ഇടയിൽ 3 കൊലപാതകം. എന്നാൽ അശോക്, സാറേ ഇതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് വേണമെന്ന് വെച്ച് ചെയ്തതല്ല, അറിയാതെ ദേഷ്യത്തിൽ വന്ന കയ്യബദ്ധത്തിൽ പറ്റിയതാ, എന്നോട് ക്ഷമിച്ചേക്ക്. സാറേ അതിന് ക്ഷമിക്കാൻ ഞാനാരാ? ഇവിടെ നിയമമുണ്ട്, കോടതിയുണ്ട്, അവര് തീരുമാനിക്കട്ടെ. എന്നിട്ട് തന്റെ അസിസ്റ്റന്റിനോട് ഒരു കാര്യം ചെയ്യും, അശോക് സാറെ നേരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഭാര്യയുടെ ബോഡി ഫൈൻഡ് ചെയ്യും, എന്നിട്ട് പോസ്റ്റ്മോർട്ടത്തിന് അയക്കും. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ അസിസ്റ്റൻസ് ഇല്ലേ, ഹീറോയ്ക്ക് ജനനിയുടെയും ചന്ദ്രുവിന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ആ റിപ്പോർട്ട് കണ്ടപ്പോ ഹീറോ വല്ലാതെ ഷോക്കായി പോവാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ആ ദേഷ്യത്തില് നേരെ ശിവ പാഞ്ഞു വന്നിട്ട് അശോകനോട് ചോദിക്കുന്നുണ്ട്, താൻ എന്ത് വൃത്തികേടാനാടോ? താനെന്താ പറഞ്ഞേ? അറിയാതെ തള്ളിവിട്ടപ്പോ ബലമായിട്ട് അവളുടെ തലയടിച്ചിട്ടാണ് അവൾ മരണപ്പെട്ടെന്നാ? എന്നിട്ട് ജനനിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ അവളെ ബ്രൂട്ടലായിട്ട് ആരോ റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഇതിലെങ്ങനെയാണോ വന്നേ? അപ്പൊ അശോക്, സാറേ ഞാൻ ആരും റേപ്പ് ചെയ്തിട്ടില്ല, എന്നെ ഒന്ന് വിശ്വസിക്കേ. എന്റെ പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് 3 കൊലപാതകം സംഭവിച്ചു പോയിട്ടുണ്ടാവും. അത്രക്കും വലിയ പാപിയൊന്നും അല്ല സാറേ ഞാൻ. അത് കേട്ടപ്പോ ശിവയ്ക്ക് അങ്ങനെ അശോക് അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും അവരുടെ ബോഡി നിക്ഷേപിക്കാനായിട്ട് അശോക് ഏൽപ്പിച്ചതാരിയാ? ആ 2 കള്ളാപ്പികളല്ലേ? അപ്പൊ അവര് തന്നെ ആയിരിക്കും. അപ്പൊ ആ കലിപ്പില് പാഞ്ഞു വന്നിട്ട് സെല്ലിൽ നിന്ന് അമ്മയുടെ പാഞ്ഞു കിട്ടട്ടെ, മരണപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയുടെ ബോഡി പോലും നീ ഒന്ന് വെറുതെ വിടില്ലല്ലേ? എന്തിനാണ് അവളെ റേപ്പ് ചെയ്തേ? അപ്പൊ അവര് പറയുന്നുണ്ട്, സാറേ അത്രയൊക്കെ ക്രൂരമായിട്ടുള്ള ചെയ്തൊന്നും ചെയ്യുന്ന ആളുകളല്ല ഞങ്ങള്. ശരിയാണ്, ചെറിയ കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വലിയ പാപല്ലേ സാറേ, ഞങ്ങളല്ല. നമ്മുടെ ശിവ വല്ലാതെ കൺഫ്യൂസ്ഡാവാണ്. ഇതിൽ പാരാണ് ഇവരല്ലാതെ വേറെ ആരെങ്കിലും? എന്തായാലും അശോകിന്റെയും ഈ 2 കള്ളാപ്പികളുടെയും സാമ്പിൾ എടുത്തിട്ട് ടെസ്റ്റിന്റെ ലാബിലേക്ക് അയക്കാൻ പറയാണ്. നമ്മുടെ ഹീറോ ഇവരിൽ ആരായിരിക്കും ഓരോരുത്തരുടെ മുഖവും മനസ്സിൽ ഓടിച്ചു നോക്കുന്നുണ്ട്. അതുള്ളിൽ തന്നെ ആ ഒരു ലാബ് റിപ്പോർട്ട് വരികയാണ്. ആ റിപ്പോർട്ട് കണ്ടപ്പോൾ ശിവ വീണ്ടും ഷോക്കാവാണ്. കാരണം ഓൾറെഡി ശിവയ്ക്ക് സംശയമുള്ള എല്ലാവരുടെ സാമ്പിളും ടെസ്റ്റിന് അയച്ചിട്ടും അവരാരുമല്ല എന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. നാളെയാണ് കോടതി ഈ ഒരു കേസ് വിളിക്കുന്നത്. അപ്പൊ ഇനി എന്താണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ശിവക്കൊരു ഐഡിയ ഇല്ല. ശിവയ്ക്കൊരു കാര്യം ഉറപ്പാണ്, അതായത് നിലവില് ശിവ അറസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകളും പറയുന്നത് സത്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നും കാണാത്ത അറിയാത്ത ഏതോ ഒരുത്തൻ ഈ ക്രൈമിന് പിന്നിൽ മറിഞ്ഞിരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഇവരിൽ ആരും ഒരാൾ വല്ലാത്ത മാസ്റ്റർ പ്ലാൻ നടത്തുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോ ശിവയ്ക്ക് ഒരു കാര്യം കത്തുന്നത്. അതായത് ചന്ദ്രുവിന്റെ ഫോൺ അവർ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ ജനയുടെ ഫോണ് ആ ഒരു ക്രൈം സീനിന്റെ ഏരിയയില് എവിടെയുള്ളതായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ പോയി നോക്കിയപ്പോ ഫോൺ കിട്ടിയില്ല. അപ്പോ ആ ഒരു ഫോണ് ആരുടെ കയ്യിലാണോ അയാൾക്കും ഈ ക്രൈമിനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവും. അങ്ങനെ അടുത്ത ദിവസം തന്നെ കോടതിയില് വാദം ആരംഭിക്കുകയാണ്. അങ്ങനെ ഓൾറെഡി ഫൈൻഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഹീറോയുടെ എല്ലാ
ഫൈൻഡിങ്സും ജഡ്ജ് ചെക്ക് ചെയ്യുമ്പോൾ ജഡ്ജ് അടക്കം കൺഫ്യൂസ് ആവാണ്. അശോക് പറയുന്നത് ആ 3 കൊലപാതകത്തിനും കാരണം ഞാനാണെന്നാണ്. എന്നാൽ ആ ഒരു പെൺകുട്ടിയെ ഞാനല്ല റേപ്പ് ചെയ്തതെന്നു. എന്നാൽ ആ കള്ളാപ്പികളാണെങ്കിൽ അവരും അതുപോലെ തന്നെ ആ പെൺകുട്ടി ഉപദ്രവിച്ചിട്ടില്ലാന്ന് അവരുടെ DNA ടെസ്റ്റ് ചെയ്തപ്പോൾ അത് കൺഫേം ആവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിന്റെ പിന്നിൽ ആരാ? അങ്ങനെ സർക്കാർ വക്കീലിനോട് ഈ കേസ് അന്വേഷിച്ച ഓഫീസറുടെ മേഡം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ ശിവ കോടതിയിലെത്താണ്. അപ്പൊ ജഡ്ജ് അല്ല ശിവ കോടതിയിൽ വരുന്ന സമയത്ത് മേഡം ഈ കേസിനെ സോൾവ് ചെയ്യാനുള്ള ഒരു സോഴ്സിന് വേണ്ടിയിട്ട് ഒരു ഫോണിന് വേണ്ടി പോയതാണ്. അങ്ങനെ ആ ഒരു ഫോണിലെ എന്തോ ഒരു തെളിവ് നമ്മുടെ ജഡ്ജിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് അന്ന് ദിവസം നടന്ന ചില ഫ്ലാഷ് ബാക്ക് ജനനിയുടെ ഫോണിൽ ക്യാപ്ചർ ആയിട്ടുണ്ടായിരുന്നു. അതായത് അശോക് ചന്ദ്രുവിനെയും ജനനെ ഉപദ്രവിച്ചിട്ട് കൊലപ്പെടുത്തിയ ശേഷം നമ്മുടെ കള്ളാപ്പികളെ ആ ഒരു ബോഡി ഡിസ്പോസ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടില്ലേ അവിടുന്ന് പോയിരുന്നത്. എന്നാൽ കള്ളാപ്പികളാണെങ്കിൽ എന്തിനാ വെറുതെ ഈ ഒരു പാവം നമ്മളേക്കുന്നത്? ആ പോലീസുകാരൻ ചെയ്തതിന് അയാൾ തന്നെ അനുഭവിച്ചോട്ടെ. ഇതൊക്കെ ചെയ്തു കൊടുത്താലും അയാളുടെ സ്വഭാവം മാറില്ല എന്നെന്ത് ഉറപ്പ്? എന്തെങ്കിലും കിട്ടുന്ന എടുത്തിട്ട് പോവാം. അങ്ങനെയാണ് ചന്ദ്രുവിന് ഫോൺ എടുത്തിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ അതേ സമയത്ത് ജനയുടെ ഫോണിൽ തെറിച്ചു പോയിട്ടൊരു മരത്തിൽ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അതിലെ ക്യാമറയും ഓൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാതെ തലക്കടിവേറ്റ നമ്മുടെ ചന്ദ്രുവില്ലേ അവൻ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഇവൻ മരണപ്പെട്ടിട്ടില്ലേ? അങ്ങനെ അവൻ ജനനെ എഴുന്നേൽപ്പിക്കുമ്പോൾ അവളുടേതും ബോധം മങ്ങിയതാണ്. അവളും മരണപ്പെട്ടിട്ടില്ല. എന്നാൽ അവൾ എഴുന്നേൽപ്പിക്കുമ്പോൾ ഒരുത്തൻ പിന്നിൽ നിൽക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹരീഷില്ലേ അവൻ തന്നെയാണ്. അപ്പൊ ചന്ദ്രു ഹരീഷ് ഒന്ന് രക്ഷിക്കടാ. എന്നാൽ അവന്റെ ഉള്ളിലെ പകകൊണ്ട് മനസ്സിൽ എന്തോ ഉറപ്പിച്ചില്ല അവൻ വന്നിട്ടുള്ളത്. ഒരു മരക്കഷം വെച്ചിട്ട് നമ്മുടെ ചന്ദ്രുവിനെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്. നീ എന്താടാ കരുതിയെ? ഞാൻ പ്രണയിച്ച പെൺകുട്ടിയെ പ്രണയിച്ച് തട്ടിക്കൊണ്ടുപോയിട്ട് എന്റെ കൺമുമ്പിൽ സന്തോഷത്തിൽ ജീവിക്കാന്ന. അങ്ങനെ ചന്ദ്രുവിന്റെ 2 കാലും അടിച്ച് തളർത്തിയിട്ട് പകുതി മയക്കത്തിലുള്ള ജനനിയെ ചന്ദ്രുവിന്റെ കൺമുമ്പിൽ വെച്ചിട്ട് അവർ റേപ്പ് ചെയ്യാണ്. അതിനുശേഷം അവളെ കൊലപ്പെടുത്തിയിട്ട് ചന്ദ്രുവിനോട് ഇനി നീ എന്തിനാടാ? അങ്ങനെ ചന്ദ്രുവിനെ കൊലപ്പെടുത്തിയിട്ട് പകയോടെ അവരോട് തിരിച്ചു പോയതാണ്. അപ്പൊ ജഡ്ജ് അല്ല റിപ്പോർട്ടിൽ ഹരീഷ് ഈ ക്രൈം നടക്കുന്ന സമയത്ത് അവന്റെ ഏട്ടൻ വിളിച്ചിട്ട് തിരിച്ചു പോയെന്നും അവന്റെ ഫ്രണ്ടിന്റെ കൂടെ ആയിരുന്നെന്നും അത് കൺഫേം ചെയ്യാനായിട്ട് അവന്റെ ഫോൺ സിഗ്നലും മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവന് അതെങ്ങനെ ചെയ്യാൻ പറ്റുക? അപ്പോഴാണ് ശിവ പറയുന്നത് മേഡം അവൻ ശരിക്ക് അവിടെയാണ് കളി കളിച്ചത്, ഞങ്ങളെ കബളിപ്പിച്ച്. അവന്റെ ഏട്ടനോട് തിരിച്ചു പോകാൻ പറഞ്ഞപ്പോൾ ഹരീഷ് അവന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് വണ്ടിയിലെ പെട്രോൾ കാലിയെന്ന് പറഞ്ഞ് മീറ്റിംഗ് വിളിച്ചു. വന്നപ്പോൾ ഹരീഷിന്റെ ഏട്ടൻ മഹേഷ് ഫോൺ ചെയ്യാണ്. ഫോൺ എടുത്തിട്ട് ഞാൻ നിന്റെ വീട്ടിൽ തന്നെ ഉള്ളതെന്ന് പറ. അങ്ങനെ ആ ഒരു ഫ്രണ്ടും ഹരീഷ് എന്റെ വീട്ടിലുള്ള ഏട്ടാ അവൻ ഇന്ന് രാത്രി വേറെ എങ്ങോട്ടും വിടരുത്, അവൻ അവിടെ തന്നെ ഉണ്ടെന്ന് നീ ഉറപ്പുവരുത്തണം. അങ്ങനെ ആ ഒരു ഫ്രണ്ട് സമ്മതിച്ചാണ്. എന്നിട്ട് ഹരീഷ് ഇനി ആര് വിളിച്ചാലും ഞാൻ നിന്റെ വീട്ടിൽ തന്നെയാണുള്ളതെന്ന് അവരോടൊക്കെ പറഞ്ഞിടന്ന് പറഞ്ഞിട്ട് ഹരീഷ് അവിടുന്ന് നേരെ തിരിച്ചു പോയിട്ടാണ് ജനനെയും ചന്ദ്രുവിനെയും ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്നത്. ഓൾറെഡി പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ ഹരീഷിന്റെ ഫ്രണ്ടും തന്റെ വീട്ടിലായിരുന്നു പറഞ്ഞുകൊണ്ടാണ് പോലീസിനും ആ സംശയം വരാതിരുന്നത്. അപ്പോഴാണ് നമ്മുടെ ശിവയിലെ ആ ഒരു കോടതിയിൽ ഓൾറെഡി ഹരീഷിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടായിരുന്നു. അവനെ നോക്കുമ്പോൾ അവിടെ അവനെ കാണാനില്ല. അതായത് അവൻ നേരത്തെ അവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജഡ്ജിയിലെ നമ്മുടെ അശോകിനെ തന്റെ ഭാര്യയുടെ കൊലപാതകത്തിൽ ഒരു പുനരന്വേഷണം നടത്താനും ജനനിയുടെയും ചന്ദ്രുവിന്റെയും കൊലപാതക ആരോപണത്തിൽ നിന്ന് ഒഴിവാക്കാനും വിധിക്കുകയാണ്. അങ്ങനെ അശോക് തന്റെ ഭാര്യയുടെ കൊലപാതകത്തിന് ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ശിവയോട് ടാങ്ക്സ് പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് എന്തിനാ ടാങ്ക്സ് പറയുന്നത്? ചന്ദ്രുവിനെയും ജനനെയും ഞാനല്ല കൊലപ്പെടുത്തിയെന്ന് തെളിയിച്ചതിനും അതിന്റെ പുറമെ ആ ഒരു പെൺകുട്ടിയോട് ആ ഒരു മൃഗീയത ഞാൻ ചെയ്തിട്ടില്ല എന്ന് എല്ലാവരുടെ മുമ്പിലും തെളിയിച്ചതിനുമാണ്. എന്റെ ഭാഗത്ത് പറ്റിയ ഒരു അബദ്ധം കൊണ്ട് എന്റെ ഭാര്യ പിരിഞ്ഞെങ്കിലും എന്റെ മനസ്സിന് ഇപ്പൊ സമാധാനമുണ്ട്. അങ്ങനെ അശോക് ജയിലിലേക്ക് പോവാണ്. അപ്പോഴാണ് നമ്മുടെ ശിവയ്ക്ക് രക്ഷപ്പെട്ട കൊലയാളി ഹരീഷ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. അങ്ങനെ തന്റെ ടീമുമായിട്ട് പോയിട്ട് അവനെ അറസ്റ്റ് ചെയ്യാനൊന്നും നിന്നില്ല, അവന്റെ നെറ്റിയിൽ പൊട്ടിച്ചിട്ട് അവനെ അങ്ങ് തീർത്ത് കളയാണ്. അതായത് ഹരീഷ് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ഷൂട്ട് ചെയ്യേണ്ടി വന്നതാണെന്നാണ് ഇനി കൂടെയുള്ള അസിസ്റ്റൻസും എല്ലാവരും സാക്ഷി പറയാൻ പോകുന്നത്. അപ്പോഴാണ് അസിസ്റ്റന്റ് ചോദിക്കുന്നത് അല്ല സാറേ എങ്ങനെയാ സാറിന് ഫോൺ കിട്ടിയത്? അപ്പോഴാണ് ചില ഫ്ലാഷ് ബാക്ക് കൂടി നമ്മുടെ ഹീറോ പറയുന്നത്. ഒരിക്കൽ നമ്മുടെ ഹീറോ ആ ഒരു നാട്ടിലൊരു കടയിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ ആ ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരാളില്ലേ എന്തോന്ന് പൊട്ടിക്കുന്ന കണ്ടിരുന്നു. അത് ജനനിയുടെ ഫോൺ തന്നെയായിരുന്നു. എന്നാൽ ആ ഒരു സ്ഥലത്ത് ശരിക്കും തേടിയപ്പോൾ ആ ഒരു ഫോൺ തകർന്നു പോയിട്ടുണ്ട്. എന്നാൽ ഫോണിലെ മെമ്മറി കാർഡ് അവിടെ നിന്ന് കിട്ടുകയാണ്. അതിനൊന്നും പറ്റിയിട്ടില്ല. അതായത് ആ ഒരു ഭ്രാന്ത് പിടിച്ച ആ ഒരു വ്യക്തിയില്ലേ അയാൾ കാട്ടിലൂടെ നടന്ന സമയത്ത് ആ ഒരു ഫോണ് മരത്തിൽ നിന്ന് കാറ്റടിച്ച് താഴെ വീണു, അയാൾക്ക് കിട്ടി. എന്നാൽ അയാൾക്ക് ആ ഫോണിന്റെ വില അറിയില്ലല്ലോ. അങ്ങനെയാണ് ഫോൺ തകർത്ത് കളഞ്ഞ്. എന്നാൽ നീതിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു വീഡിയോ നമ്മുടെ ശിവയുടെ കയ്യിലെത്തുകയും ചെയ്തു. യഥാർത്ഥ കൊലയാളി കണ്ടുപിടിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഈ ഒരു കഥയുടെ അവസാനിക്കുകയാണ്. അങ്ങനെ അത്യാവശ്യം നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന പല ട്വിസ്റ്റോടും കൂടി അവസാനിച്ച അടിപൊളി ഒരു കഥയായിരുന്നില്ല ഇത്. അപ്പൊ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും കൂടി മറക്കാതെ ഇപ്പൊ തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ നമ്മൾ ഇനിയും കാണുള്ളൂ. അതുപോലെ ഈ ഒരു വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതിലും അടിപൊളി കഥകൾക്കായിട്ട് ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു നല്ല കഥയുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.